Welcome to KAS Economics Hub, deciphering economics for competitive exams. So now we are going to discuss about GNP, Gross National Product. So this is about GDP. നമ്മൾ GDP പറ്റിയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. വിശദമായിട്ട് തന്നെ GDP, GNP, GDP, GVA and growth measurement, recovery, recession, business cycle, pro-cyclical, counter-cyclical. So കഴിഞ്ഞൊരു 2-3 years current affairs എന്ന ടേമുകൾ ഉൾപ്പെടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So I have discussed the various terms which are seen in newspapers the last 3 years also in this discussion. അടുത്ത് പറയുന്നത് എന്താണ്? GNP, Gross National Product. നമ്മൾ GDP പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. എവിടെ ഉൽപ്പാദനം നടക്കുന്നു, വേർ ഈസ് ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ദ മെയിൻ കൺസേൺ ഓഫ് GDP അല്ലേ? ഇപ്പം ഏരിയ എവിടെയാണ്, എവിടെ നിർമ്മാണം നടക്കുന്നു, ഇന്ത്യയിലാണോ ഇന്ത്യക്ക് പുറത്താണോ, ഇന്ത്യൻ ടെറിട്ടറിക്കകത്താണോ ഔട്ട്സൈഡ് ഇന്ത്യൻ ടെറിട്ടറിക്കകത്താണോ, ദാറ്റ് ഈസ് ദ മെയിൻ ഫോക്കസ് ഓർ മെയിൻ അജണ്ട ഓഫ് GDP. എന്നാൽ GNP എന്ന് പറയുമ്പോൾ we can see it mainly focus on the nationals. It mainly focus the residentship of persons, or it mainly focus who is producing. ആര് ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റെന്താണ് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റേത് എവിടെ നിർമ്മിക്കുന്നു എന്നാണ് GDP പറയുന്നത്. GNP പറയുന്നത് എന്താ? ആര് നിർമ്മിക്കുന്നു, ആരാണ് ഈ പറഞ്ഞ ഉൽപ്പന്നം നിർമ്മിക്കുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് GNP. സോ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ GNP ഈസ് ദ മണി വാല്യൂ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഇവിടെ എന്താ, ഫൈനൽ ഗുഡ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ GDP ഈസ് ദ മണി വാല്യൂ ഓഫ് total output or production of final goods and services produced by nationals of a country during a financial year. So here we can see the main focus is ആര് ഉൽപ്പാദിപ്പിച്ചു, മറ്റെന്താ പറയുന്നത്, produced in the domestic territory of a country എന്നാണ് പറയുന്നത് GDP. So GNP എന്താ പറയുന്നത്? GNP is the money value of production of final goods and services which are produced by nationals of a country during a financial year or during a period of time. And you can see nationals എന്ന് പറയുമ്പോൾ it mainly focus on residentship ആണ്, residence ആണ്, അല്ലാതെ സിറ്റിസൺഷിപ്പ് അല്ല. അറിഞ്ഞിരിക്കുക, നാഷണൽസ് എന്ന് പറയുമ്പോൾ GNP-യിൽ നാഷണാലിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് it does not represent the citizenship, ഇയാളുടെ പൗരത്വമല്ല പറയുന്നത്, മറിച്ച് ഇയാളുടെ റെസിഡൻസ് ഏതാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോഴേ ചില ആപ്ലിക്കേഷൻ ഒക്കെ എഴുതുമ്പോൾ പെർമനന്റ് റെസിഡൻസ്, കറന്റ് റെസിഡൻസ് എന്ന് പറയാറില്ലേ. നമ്മൾ പലപ്പോഴും ഗവൺമെന്റ് ജോബിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ദർ ഈസ് എ പോർഷൻ കോൾഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അത് നമ്മൾ എഴുതും, അഡ്രസ് കാണും. അതിനൊപ്പം തന്നെ ദർ ഈസ് പോർഷൻ കോൾഡ് പെർമനന്റ് അഡ്രസ് അല്ലെങ്കിൽ കറന്റ് റെസിഡൻസ്. അവിടെ കാണിക്കും ഇഫ് യുവർ പെർമനന്റ് റെസിഡൻസ് ഈസ് സെയിം ആസ് കറന്റ് അഡ്രസ് ദെൻ ടിക്ക് ഇൻ ദ കോളം ബിലോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. സോ റെസിഡൻസ് പറഞ്ഞാൽ എന്താ, ഇയാൾ എവിടെ ഇപ്പോൾ താമസിക്കുന്നു, ഈ വ്യക്തി ഇപ്പോൾ എവിടെ താമസിക്കുന്നു. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയില് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് NRI ഉണ്ടല്ലോ. NRI, നോൺ റെസിഡന്റ് ഇന്ത്യൻസ്. എന്താ പ്രത്യേകത? NRI എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? their residence is not in India. they are ഇപ്പോഴും എന്താ NRI എന്ന് പറയുമ്പോൾ unless and until they revoke their citizenship, ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാത്തത്തോളം കാലം NRIs ആരാ? ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലേ? NRI എന്ന് പറയുമ്പോൾ എന്താ? നോൺ റെസിഡന്റ് ഇന്ത്യൻ. നമ്മൾ പറയുന്ന പ്രവാസി എന്ന് പറയത്തില്ലേ, പ്രവാസി എന്ന കോമൺ ടേം ഉപയോഗിച്ച് വിളിക്കുന്ന നോൺ റെസിഡന്റ് ഇന്ത്യൻ ഓർ പ്രവാസി പോപ്പുലേഷൻ. സോ ഈ പ്രവാസി എന്ന് പറയുമ്പോൾ ദേ ആർ ഇന്ത്യൻ സിറ്റിസൺ ആണ്,
പക്ഷെ their residence is not India. So normally, as per government norms, it is said that ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ 180 days എബോവ് 150 ദിവസം മേലെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി റെസിഡ് ചെയ്യുകയാണെങ്കിൽ, he will be called as an NRI. If a person is staying out of India, ഒരു വ്യക്തി 180 days മേലെ, ഒരു വ്യക്തി 180 days മേലെ ഇന്ത്യക്ക് പുറത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് റെസിഡ് ചെയ്യുകയാണെങ്കിൽ, he is deemed to be considered as an NRI. So 180 days, 6 months ആണ് the criteria as per government official record. സർക്കാരിന്റെ ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം 6 മാസം മേലെ ഒരു വ്യക്തി പുറത്ത് നിൽക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം? NRI ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ പർപ്പസിന് എടുത്തേക്കുന്നത്. സോ നമുക്ക് നോക്കാം ഈ GNP അപ്പോ എന്തൊക്കെ വരും നോക്കാം. ഓക്കെ, സോ പറഞ്ഞു GNP എന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. It includes all those final goods which are produced by nationals of a country. So നമ്മൾ പറഞ്ഞാണ് ടാറ്റ, നമ്മുടെ ടാറ്റ എന്റർപ്രൈസ് ഈസ് ഓണിങ് നമ്മുടെ ജാഗ്വർ കാർ. അങ്ങനെയുണ്ടല്ലോ, ടാറ്റ എന്റർപ്രൈസ് ലാൻഡ് റോവറിന്റെ കീഴിലുള്ള ജാഗ്വർ കാറിന്റെ പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ടാറ്റയ്ക്കാണ്. സോ വെൻ വി ഡിസ്കസ് GDP, ഈ ജാഗ്വറിന്റെ കാറിന്റെ സെയില്, അതിന്റെ ഉൽപാദനവും വിറ്റുവരവും അതിന്റെ വിൽപ്പനയും എന്ത് വരില്ലായിരുന്നു? ഇന്ത്യയുടെ GDP-യിൽ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ? ജാഗ്വർ ഈസ് എ കമ്പനി ഹു ഈസ് പ്രൊഡ്യൂസിങ് കാർസ് ഇൻ UK. UK-യിലാണ് എന്ത്? ജാഗ്വറിന്റെ കാർ നിർമ്മാണം നടക്കുന്നത്. ഏരിയ ഓഫ് പ്രൊഡക്ഷൻ എവിടെയാണ്? UK ആണ്, ആണല്ലോ. എന്നാൽ ഈ ടാറ്റ എന്ന കമ്പനി ജാഗ്വർ കാറിൽ വിറ്റു, പ്രൊഡ്യൂസ് വിറ്റു. ആ പ്രൊഡ്യൂസ് കിട്ടുമ്പോൾ ദേ വിൽ ഗെറ്റ് സം ഇൻകം, കിട്ടുമല്ലോ. ടാറ്റ ഈ കാർ വിറ്റു, സപ്പോസ് 100 രൂപ, സപ്പോസ് ഒന്നുമല്ല, 100 രൂപ കിട്ടി. ഈ 100 രൂപ ടാറ്റ എന്ത് ചെയ്യും? അവർ കിട്ടിയ 100 രൂപ ടാറ്റ വിൽ യൂസ് to compensate the factors of production. ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, നമ്മുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓൺടർപ്രണർ. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ ഓൺടർപ്രണർ ഓഫ് ടാറ്റ. ടാറ്റ എന്റർപ്രൈസിലേക്ക് ഓൺടർപ്രണർ ആയിട്ട് പോയത് ആരാ? രത്തൻ ടാറ്റയാണ്. ദ ഓണർ, ഈ പറഞ്ഞ ടാറ്റ എന്റർപ്രൈസിന്റെ ഓണറായിട്ട് പോയത് മെയിൻലി പറയുമ്പോൾ, സിംപ്ലി പറയുമ്പോൾ രത്തൻ ടാറ്റയാണ്. ആൻഡ് യു ക്യാൻ സീ ഈ ടാറ്റ കിട്ടിയ ആഫ്റ്റർ സെയിൽ കിട്ടിയ പ്രൈസ്, കിട്ടിയ എമൗണ്ട് ടാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു ഷെയർ, അതിലെ ഫാക്ടർ ഇൻകം എങ്ങോട്ട് വരുന്നുണ്ട്? ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ബിക്കോസ് ടാറ്റ എന്ത് കമ്പനിയാ? ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടറുള്ള, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയാണെന്ത്? ടാറ്റ. സിൻസ് ടാറ്റ ഇസ് എ കമ്പനി വിച്ച് ഇസ് രജിസ്റ്റർഡ് ഇൻ ഇന്ത്യ, ദ പ്രോഫിറ്റ്, ദ ഫാക്ടർ ഇൻകംസ് ഓഫ് ടാറ്റ എങ്ങോട്ട് വരും? ഇന്ത്യയിലേക്ക് വരും. ദ ഫാക്ടർ ഇൻകംസ്, സപ്പോസ് ഈ പറഞ്ഞ ടാറ്റ എന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ ജാഗുർ എന്ന ടാറ്റ ഓൺ ചെയ്യുന്ന കമ്പനിക്ക് ലാൻഡ് പ്രൊവൈഡ് ചെയ്തത്, അതിന് പൈസ മുടക്കിയത് ഇന്ത്യൻ ഹൗസ് ആണെങ്കിൽ, ഇൻട്രസ്റ്റ് മുടക്കിയത്, ക്യാപിറ്റൽ മുടക്കിയത് ഇന്ത്യൻ ഹൗസ് ആണെങ്കിൽ, അതിന് കിട്ടുന്ന റെമ്യൂണറേഷൻ, അതിന് കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റ് എങ്ങോട്ട് വരും? ഇന്ത്യയിലേക്ക് വരും. സോ വി ക്യാൻ സീ വെൻ ജാഗ്വർ ഈസ് സോൾഡ് ബൈ ടാറ്റ ഇൻ UK, UK-യിൽ കാർ വിൽക്കുമ്പം, അല്ലെങ്കിൽ UK-യിൽ കാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പം, വി ക്യാൻ സീ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ India's GDP, but since the factor incomes are coming to India, ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫാക്ടർ ഇൻകം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യാസ് GNP. ഇന്ത്യയുടെ GNP-യിൽ എന്ത് ചെയ്യും? നമ്മൾ ഇത് ആഡ് ചെയ്യും. കാരണം GNP എന്ന് പറഞ്ഞാൽ എന്താ? GNP എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നാഷണൽസ് ഓഫ് എ കൺട്രി. സോ ടാറ്റ എന്താ?
ഇന്ത്യൻ നാഷണൽ ആണ്. ടാറ്റ എന്ന കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. ആൻഡ് ഈ പറഞ്ഞ കമ്പനിയിലെ എംപ്ലോയീസ് അതുപോലെ ഈ പറഞ്ഞ എന്റർപ്രണർക്കാരാ ഇന്ത്യക്കാരും വരാം. സോ എന്താ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ GNP-യില് ആഡ് ചെയ്യണം. കാരണം എന്താ? ടാറ്റ വിൽ ഷെയർ ദ പ്രോഫിറ്റ് ടു ഇന്ത്യ. അതുപോലെ ആമസോൺ എടുക്കുക. Amazon.in. നമ്മൾ പറഞ്ഞു ജെഫ് ബിസോസ് ഓൺ ചെയ്യുന്ന ഈ ഒരു കമ്പനി ഇന്ത്യയിൽ സർവീസ് ഓഫർ ചെയ്യുന്നു. ഇന്ത്യയിൽ ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈ കമ്പനി ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യാസ് GDP. പറഞ്ഞല്ലോ, ഇന്ത്യയുടെ GDP-യിൽ എന്ത് ചെയ്യും? ഇത് ഇൻക്ലൂഡ് ചെയ്യും. അതിന് കാരണം എന്താ? ദ ഏരിയ ഓഫ് സർവീസ് പ്രൊഡക്ഷൻ ഇന്ത്യ. എന്നാൽ ഈ പറഞ്ഞ Amazon.in ഇവർക്ക് കിട്ടിയ ഫാക്ടർ പേയ്മെന്റ്സിന്റെ ഒരു ഷെയർ, ഇവർക്ക് കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റ് ഒരു ഷെയർ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഹോം കൺട്രി ആയ US-ലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. സോ വി ക്യാൻ സി Amazon.in അമേരിക്കൻ കമ്പനിയാണ്. സോ ഈ കമ്പനിയുടെ ഒരു ഷെയർ, എല്ലാം പോന്ന് പറയുന്നില്ല, ഫാക്ടർ പേയ്മെന്റ് ഒരു ഷെയർ അമേരിക്കയിൽ എന്ത് ചെയ്യും? അതുപോലെ ടാറ്റയുടെ ഒരു ഷെയർ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും? വരും. സോ വി ക്യാൻ സി GNP എന്താ നോക്കുന്നേ? നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും വാല്യൂ. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയാം. സപ്പോസ് ഞാൻ വിഷ്ണു, ഹി ഈസ് ആൻ ഇന്ത്യൻ റെസിഡന്റ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവാണ്, ടു USA, ആൻഡ് ഐ എം ഗോയിങ് ടു വർക്ക് ഇൻ മൈക്രോസോഫ്റ്റ്. പോരെ, ഞാൻ എന്ത് ചെയ്യുന്നു? മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ എം വർക്കിംഗ് ഇൻ മൈക്രോസോഫ്റ്റ് ഫോർ 2 months. 2 മാസത്തേക്കാണെന്ത് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സിൻസ് ഐ ആം വർക്കിംഗ് ഇൻ മൈക്രോസോഫ്റ്റ് ഫോർ 2 months, ഞാൻ അപ്പോഴും എന്താണ്? ആ സമയത്തും വിഷ്ണു ഈസ് ആൻ ഇന്ത്യൻ റെസിഡന്റ്. കാരണം എന്താ? 180 days കഴിഞ്ഞാൽ മാത്രമേ എന്റെ ഇന്ത്യൻ റെസിഡന്റ് സ്റ്റാറ്റസ് റിവോക്ക് ചെയ്യപ്പെടത്തുള്ളൂ. ടിൽ ദാറ്റ് ഞാൻ എന്താ? ഐ ആം ആൻ ഇന്ത്യൻ റെസിഡന്റ്. സോ ഞാൻ വർക്ക് ചെയ്യുന്നതനുസരിച്ച് മൈക്രോസോഫ്റ്റ് വിൽ ഗീവ് മീ വേജസ്. എനിക്ക് എന്ത് ചെയ്യും? ശമ്പളം തരും. ഈ ശമ്പളം എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ ഫാക്ടർ ഇൻകം ആണല്ലോ. ഈ ശമ്പളം എന്താ? ഫാക്ടർ ഇൻകം ആണ്. ആൻഡ് ദിസ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ? ഇതിലേക്ക് വരത്തില്ലേ? ആൻഡ് യു ക്യാൻ സി ദിസ് ഫാക്ടർ ഇൻകം ഒരു ഇന്ത്യൻ റെസിഡന്റ് ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകം വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ GNP. ഒരു ഇന്ത്യൻ റെസിഡന്റ് ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകം എന്ത് ചെയ്യും? ഇന്ത്യൻ GNP-യിൽ ഇൻക്ലൂഡ് ചെയ്യും. നേരെ മറിച്ച് ഞാൻ സപ്പോസ് ഐ എം ഗോയിങ് ടു USA and I am working in USA for 2 years. സപ്പോസ് വിചാരിക്കുക ഞാൻ എന്ത് ചെയ്യുന്നു? 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചോ. 2 വർഷം കഴിഞ്ഞു മൈക്രോസോഫ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് 2 വർഷമായി. ആൻഡ് യു ക്യാൻ സി 2 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായി മാറി? ഐ ബിക്കം ആൻ NRI. ഞാൻ എന്തായി മാറി? NRI ആയി മാറി. നോൺ റെസിഡന്റ് ഇന്ത്യ ആയി മാറി. പ്രവാസിയായി മാറി. പ്രവാസിയായ ഞാൻ, NRI ആയ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സപ്പോസ് ഞാൻ വർക്ക് ചെയ്തു, എനിക്ക് ശമ്പളം കിട്ടി. ശമ്പളം ഞാൻ എൻ്റെ വൈഫിന് അയച്ചു കൊടുക്കുക. NRI ആയ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വൈഫിന് പൈസ അയച്ചു കൊടുത്തു. ഇതിന് പറയുന്നതാണ് എന്ത്? റെമിറ്റൻസ് എന്ന് പറയും. റെമിറ്റൻസസ്, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയും. ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ദീസ് ആർ യൂണിഡയറക്ഷണൽ പേയ്മെന്റ് ഫ്രം one party to another party, in which the receiver did not have
the obligation to repay. So ഈ റെമിറ്റൻസ് പറഞ്ഞ ഒരു പ്രവാസി നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ചു തരുന്ന പൈസ, അതാണ് റെമിറ്റൻസ് പറഞ്ഞ. ഈ റെമിറ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. എന്താണ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ? ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ദീസ് ആർ യൂണിഡയറക്ഷണൽ പേയ്മെന്റ് ആണ്. അതായത് 2 പേരുണ്ടെങ്കിൽ ഒരിടത്തേക്ക് മാത്രം വന്ന പേയ്മെന്റ് ആണ്. സോ ഞാൻ എ ടു ബി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മണി ഈസ് ഗോയിങ് ഫ്രം എ ടു ബി ആൻഡ് ബി എന്ത് ചെയ്യണ്ട? ഇത് തിരിച്ചു കൊടുക്കണ്ട. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പെൻഷൻ മറ്റു പെൻഷൻ അല്ല, സാലറി അല്ല, ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ വെൽഫെയർ പെൻഷൻ, സോഷ്യൽ വെൽഫെയർ പെൻഷൻ. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 കൊടുക്കുന്നില്ലേ? അതുപോലെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കുന്നില്ലേ? അതുപോലെ സ്കോളർഷിപ്സ്, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, ഇ ഗ്രാൻസ്. സോ ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ലോട്ട് ഓഫ് സ്കോളർഷിപ്പ് ടു ദ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിൽ ഡിഫറെന്റ് സ്കോളർഷിപ്പുകൾ, ഡിഫറെന്റ് അൺഎംപ്ലോയ്മെന്റ് അലവൻസുകൾ, സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കേരളം പറയുമ്പോൾ 1600 രൂപയാണെന്ത് നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഇതൊക്കെ എന്താണ്? യൂണിഡയറക്ഷണൽ പേയ്മെന്റ് ആണ്. ഒറ്റയിടത്തേക്ക് പോകുന്ന ഗവൺമെന്റ് ടു സിറ്റിസൺ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട? ഈ പറഞ്ഞ സിറ്റിസൺ എന്ത് ചെയ്യണ്ട? തിരിച്ചടയ്ക്കണ്ട. അത് മാത്രമല്ല, ഈ ഒരു പേയ്മെന്റ് ഗവൺമെന്റ് കൊടുക്കുന്നത് നോട്ട് ഫോർ എനി സർവീസ് പ്രൊവൈഡഡ് ബൈ ദ പേഴ്സൺ. ഈ പറഞ്ഞ വ്യക്തികൾ, ഈ പറഞ്ഞ സാമൂഹ്യ പെൻഷൻ കിട്ടുന്ന ആളുകൾ അവരെന്തെങ്കിലും ജോലി ചെയ്തിട്ടല്ല, അവരെന്തെങ്കിലും സർക്കാരിന് വേണ്ടി സേവനം ചെയ്തിട്ടല്ല ഗവൺമെന്റ് കൊടുക്കുന്നത്. ആസ് എ പാർട്ട് ഓഫ് എൻഷുറിംഗ് വെൽഫെയർ, നമ്മുടെ സമൂഹത്തിൽ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തിലാണ് എന്ത് ഗവൺമെന്റ് ഈ പറഞ്ഞ പെൻഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പൈസ കൊടുക്കുന്നത്. അല്ലാതെ ഒരു പ്രൊഡക്ഷൻ ഭാഗമല്ല. അതുകൊണ്ട് വി ക്യാൻ സി ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. ട്രാൻസ്ഫർ എന്താ? ദേശീയ വരുമാനത്തിന്റെ ഭാഗമല്ല. കാരണം എന്താ? ദിസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. ആൻഡ് ആൾസോ വി ക്യാൻ സി, ഇപ്പൊ നേരെ മറിച്ച് പെൻഷൻ പറയുന്നു, സർക്കാർ കൊടുക്കുന്ന പെൻഷൻ നോട്ട് സോഷ്യൽ വെൽഫെയർ അല്ല, അല്ലാതെ റിട്ടയർ ആയ ശേഷം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയ ശേഷം പെൻഷൻ കൊടുക്കുകയാണ്. നോക്കുവാണെങ്കിൽ അതെന്താ? ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർമെന്റ്. അതിന് കാരണം എന്താ? ഈ പറഞ്ഞ വ്യക്തി സർക്കാർ നേരത്തെ സേവനം ചെയ്തിരുന്നു. ദേ യൂസ് ടു ഗിവ് സം ജോബ് ഓർ ആക്ട് ടു ദി ഗവൺമെന്റ്. സോ ആ പെൻഷൻ, അതുപോലെ സാലറി ടു എംപ്ലോയി, സാലറി ടു ഗവൺമെന്റ് എംപ്ലോയി, അതൊന്നും എന്തല്ല? ദേ ആർ നോട്ട് ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, സ്കോളർഷിപ്പുകൾ, സോഷ്യൽ വെൽഫെയർ പെൻഷൻ, അതൊക്കെയാണ് വരുന്ന. ആൻഡ് ഈ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. 2 years ഞാൻ അമേരിക്ക നിൽക്കുകയാണ്. വിച്ച് മീൻസ് ഐ ബിക്കം എൻ NRI. ഞാനിപ്പോൾ അമേരിക്ക റെസിഡന്റ് ആയി. ഐ ബിക്കം എ റെസിഡന്റ് ഓഫ് അമേരിക്ക. 2 വർഷം കഴിഞ്ഞ് ഞാൻ ഈ പൈസ അയച്ചു കൊടുക്കുന്നു, ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് റെമിറ്റൻസ് ആയിട്ട്. ആൻഡ് ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് അണ്ടർ GNP. കാരണം എന്താ? GNP എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഇൻകം ഓർ ഇറ്റ് ഈസ് ദ ഫാക്ടർ ഇൻകം ഏൺ ബൈ നാഷണൽസ് ആണ് ഓർ റെസിഡൻസ് ആണ്. സോ ഈ പറഞ്ഞ NRI റെമിറ്റൻസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് GNP എന്ന് അറിഞ്ഞിരിക്കുക. സോ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എന്താ പറഞ്ഞേ? നമ്മുടെ പ്രവാസി റെമിറ്റൻസസ് ഓർ NRI remittances is not a part of GNP or national income accounting. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ പ്രവാസി റെമിറ്റൻസ്, പ്രവാസത്തിൽ അയക്കുന്ന പൈസ എന്ത് ചെയ്യത്തില്ല? നമ്മൾ എടുക്കില്ല എന്ന കാര്യം. ഓക്കെ, സോ GNP അതിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ, ദ ഇക്വേഷൻ ഓഫ് GNP പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് GDP GNP is equal to GDP is net
factor income from abroad. എന്താണ്? GNP is equal to GDP plus net factor income from abroad. എന്ന് പറയുമ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഫാക്ടർ ഇൻകം coming to India from foreign country minus factor income moving out of India to foreign country. അതാണ് എന്ത് ഈ പറഞ്ഞ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ GDP എടുത്തപ്പോൾ, നമ്മൾ ഇന്ത്യയുടെ GDP എടുത്തപ്പോൾ we have included the entire e-commerce service of Amazon. ആമസോണിന്റെ entire e-commerce സർവീസിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുത്തു. അതുപോലെ ഫ്ലിപ്കാർട്ടിന്റെ entire ഔട്ട്പുട്ട് നമ്മൾ എടുത്തു. അതുപോലെ we have neglected the output produced by Tata in UK. യിൽ ടാറ്റ ഉണ്ടാക്കിയ ഔട്ട്പുട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അതുപോലെ ഒരു ഇന്ത്യൻ റെസിഡന്റ് വിദേശത്ത് ചെയ്ത ഫാക്ടർ ഇൻകം നെഗ്ലക്ട് ചെയ്തു. സോ വെൻ വി മെഷർ GDP, നമ്മൾ നെഗ്ലക്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വി ആർ നെഗ്ലക്റ്റഡ് ടാറ്റ, ജാഗ്വർ, നെഗ്ലക്റ്റഡ് വിഷ്ണു ലെസ് ദാൻ 6 months ഏൺ ചെയ്ത വേജ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡന്റ് ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്ത് വേജ്, ഫാക്ടർ ഇൻകം നെഗ്ലക്ട് ചെയ്തു. ആൻഡ് വി ഹാവ് ഇൻക്ലൂഡഡ്, GDP ഇൻക്ലൂഡ് ചെയ്തു ആമസോണിന്റെ എൻറ്റയർ ഔട്ട്പുട്ട്, ഫ്ലിപ്കാർട്ടിന്റെ എൻറ്റയർ ഔട്ട്പുട്ട്, അതുപോലെ യൂണിലെവൽ ലിമിറ്റഡിന്റെ, നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലെവൽ ലിമിറ്റഡ് അതിന്റെ എൻറ്റയർ ഔട്ട്പുട്ട്. നോക്കുവാണെങ്കിൽ ഇവയെല്ലാം എന്താ? ഫോറിൻ കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലെവൽ ലിമിറ്റഡ് ആയാലും ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും ഫോറിൻ കമ്പനിയാണ്. എന്ത് ചെയ്യും? ദീസ് കമ്പനീസ് വിൽ ട്രാൻസ്ഫർ ദെയർ ഫാക്ടർ ഇൻകംസ്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഫാക്ടർ ഇൻകം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. They will transfer a portion of their factor income to their foreign country, to their homeland. ഇപ്പം ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരു അമേരിക്കക്കാരൻ കിട്ടിയ വരുമാനം അത് 6 മാസത്തിന് ശേഷമാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയി, 6 മാസത്തിന് മുന്നേ ആണെങ്കിൽ അയാളുടെ ഫാക്ടർ ഇൻകം അങ്ങോട്ട് പോകും, അമേരിക്കയിലേക്ക് പോകും. സോ ഇതാണ് എന്ത്? ഫാക്ടർ ഇൻകം കമ്മിങ് ടു ഇന്ത്യ ഫ്രം ഫോറിൻ കൺട്രി എന്ന് പറയുമ്പോൾ ടാറ്റ, ജാഗ്വറിന്റെ ഒക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യ എക്സാമ്പിളിലെ എന്റെയൊക്കെ ഇൻകം. ഈ ഫാക്ടർ ഇൻകം മൂവിങ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഇന്ത്യയിലെ GDP ഇൻക്ലൂഡ് ചെയ്ത ഫാക്ടർ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? റിഡ്യൂസ് ചെയ്യണം. ആരുടെയൊക്കെ? ഫോറിൻ കൺട്രീസിന്റെ. ഈ പറഞ്ഞ ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ഫോറിൻ കൺട്രീസിന്റെ ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്ത പോർഷൻ ഓഫ് ഫാക്ടർ ഇൻകം നമ്മൾ reduce ചെയ്യണം, which is going to the home country. This is the equation of GNP, and you can see in order to obtain India's GNP, income produced and received by nationals of India within boundaries of foreign country. കണ്ടോ? ഇന്ത്യക്കാർ, ഇന്ത്യൻ റെസിഡൻസ് ഏൺ ചെയ്ത income in foreign country is added to GDP, while income produced by foreigners in India has to be deducted. Foreigners India earn ചെയ്ത ഇൻകം നമ്മൾ എന്ത് ചെയ്തു? കുറയ്ക്കുന്നു. ഇന്ത്യക്കാര് വിദേശത്ത് ഏൺ ചെയ്ത ഇൻകം എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. സോ ഇക്വേഷൻ എങ്ങനെയാണ്? GNP is equal to GDP plus net factor income from abroad. So I am taking 5 more minutes and ഈ ടോപ്പിക് തീരും. 5 മിനിറ്റ് കൈൻഡ്ലി കോപ്പറേറ്റ്. 5 മിനിറ്റ്, കാരണം ഒരു ടേബിൾ തന്നെ തീരും. സോ GNP is equal to GDP plus net factor income from abroad എന്ന് പറയാം. And also here you can see the GDP and GNP figures of USA and India. ഇന്ത്യയുടെയും USAയുടെയും GDP GNP ഫിഗർ കാണാം. നോക്കൂ, GDP and GNP figures of US നിങ്ങൾ നോക്കുകയാണെങ്കിൽ you can see
NP minus GDP is a positive figure in US. നോക്കൂ യു എസിൽ എന്താ GNP minus GDP ഒരു പോസിറ്റീവ് ഫിഗർ ആണ്. എന്നാൽ ഇഫ് യു സീ ഇന്ത്യ നോക്കുവാണെങ്കിൽ GDP GNP നോക്കുവാണെങ്കിൽ GNP minus GDP ഈസ് എ നെഗറ്റീവ് ഫിഗർ ആണ്. അതിന് കാരണം എന്താണെന്ന് പറയാമോ? Can you say why GNP minus GDP positive in America, negative in India? എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പോസിറ്റീവും ഇന്ത്യയിൽ നെഗറ്റീവും ഉണ്ടായത്? അതിന് കാരണം പറയാനായിട്ട് we can use the equation of GNP. എന്താണ് GNP ഇക്വേഷൻ? GNP is equal to GDP plus net factor income from abroad. So GNP minus GDP is equal to net factor income from abroad. So അമേരിക്കയിൽ എന്താണ്? ഈ വാല്യൂ പോസിറ്റീവ് ആണ്, which means more money is coming to US minus less money is going from US. നോക്കുവാണെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിലേക്ക് വിദേശത്ത് വരുന്ന ഫാക്ടർ ഇൻകം മൈനസ് ഒരു കൺട്രിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ഫാക്ടർ ഇൻകം. കൺട്രി പോസിറ്റീവ്, ഫ്രം കൺട്രി നെഗറ്റീവ്. അമേരിക്കയിലേക്ക് വരുന്നത് 100 രൂപ, അമേരിക്കയിലേക്ക് പോകുന്നത് 50 രൂപ. സോ യു ക്യാൻ സി നെറ്റ് ഫാക്ടർ ഇൻകം പോസിറ്റീവായി. കണ്ടോ? അമേരിക്കയിലേക്ക് വരുന്നത് 100 രൂപ, അമേരിക്കയിൽ നിന്ന് പോകുന്നത് 50 രൂപ. ഇതിന് കാരണം അമേരിക്ക ഡെവലപ്ഡ് കൺട്രിയാണ്. ആൻഡ് അമേരിക്കക്കാര് അതായത് അമേരിക്കൻ സിറ്റിസൺസ് ആർ ഡൈവേഴ്സിഫൈങ് their investment in foreign countries. അമേരിക്കൻ സിറ്റിസൺസ് അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യുവാണ്? They are investing in foreign countries. They are diversifying their investment in foreign countries. അമേരിക്കക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപമുണ്ട്. ഇപ്പോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, എന്താണ്? ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും എന്താണ്? They are investing in India. ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുക. ഏത് കമ്പനിയാ? അമേരിക്കൻ ഫേം ആണ്. So more American firms are going out of America for investment. So we can see GNP minus GDP positive ആണ്. കാരണം the investment of Americans in abroad is more. അതായത് മോർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് വിദേശത്തുണ്ട്, വിച്ച് മീൻസ് ആ ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് ഉണ്ടെങ്കിൽ അവിടുന്ന് ലാഭം അങ്ങോട്ട് വരും, അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണെന്ത് ഈ പോസിറ്റീവ് ഫിഗർ വരാൻ കാരണം. ഇനി ഇന്ത്യയിലേക്ക് നോക്കൂ. ഇന്ത്യയില് ഈ ഫിഗർ എന്താണ്? ഇന്ത്യയിൽ ഈ ഫിഗർ നെഗറ്റീവാ. അതായത് ഇന്ത്യയിൽ ഈ ഫിഗർ നോക്കുമ്പോൾ we can see money coming to India minus money coming out of India, അല്ലെങ്കിൽ ഫാക്ടറി ഇൻകം coming to India minus factory income going out of India. 100 രൂപ വരുന്നു, 150 രൂപ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നിന്ന് പോകുന്നു. 100 രൂപ ഫാക്ടറി കിട്ടും. കാരണം എന്താ? ടാറ്റ പോലുള്ള കമ്പനീസ്, ഇൻഫോസിസ് പോലുള്ള കമ്പനീസ് ഇന്ത്യക്കുണ്ട്. അതുപോലെ ഈ പറഞ്ഞ കമ്പനി വർക്ക് ചെയ്യുന്ന നോൺ റെസിഡന്റ് അല്ല ഇന്ത്യൻ റെസിഡൻസ്. സോ ഇന്ത്യയിലുള്ള കമ്പനികൾ ദേ യൂസ് ടു ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. എക്സാമ്പിൾ ആണ് ടാറ്റ. അതുപോലെ ബാങ്കുകളുണ്ട്, അതുപോലെ ഇൻഫോസിസ്. ഇവരൊക്കെ എന്ത് ചെയ്യാനുണ്ട്? വിദേശത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുടെ ഫാക്ടറി എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് വരും. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഈസ് അട്രാക്ടിങ് മോർ FDI. സോ ഇന്ത്യ എന്ന കൺട്രി വി ആർ അട്രാക്ടിങ് മോർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? വിദേശ നിക്ഷേപം കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു? ഇന്ത്യയിലേക്ക് പുതിയ പുതിയ വ്യവസായങ്ങൾ, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്നു. സോ വിച്ച് മീൻസ് ഈ കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ഇന്ത്യയിൽ ഇൻകം ഏൺ ചെയ്തു. ആ ഇൻകം എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യും? ഹോം കൺട്രിയിൽ ട്രാൻസ്ഫർ ചെയ്യും. സോ എന്ത് പറ്റി? ഫാക്ടറി ഇൻകം മൂവിങ് ഔട്ട് ഓഫ് ഇന്ത്യ എന്താ? കൂടി. സോ ഇവിടെ എന്ത് വന്നു? GNP മൈനസ് GDP എന്തായി? നെഗറ്റീവ് ആയി. ഗോട്ട് ഇറ്റ്?
That is the reason. ഇപ്പോഴും still we can say India is having a negative net factor income from abroad. അതിന് കാരണം എന്താണ്? India is attracting more FDI from abroad. These countries, after earning income, will transfer their factor income to their home country. അതാണ് കാരണം. ക്ലിയർ ആണോ? ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? എന്തുകൊണ്ട് പോസിറ്റീവായി, എന്തുകൊണ്ട് നെഗറ്റീവായി? GDP മൈനസ് GNP എന്നുള്ളതായി. അതുപോലെ തന്നെ ഒരു ടൈം കൂടെ പറഞ്ഞു നോക്കണം. when we discussed closed economy. Closed economy എന്താണ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ? can you say closed economy? Closed economy എന്ന് പറഞ്ഞാൽ when ഒരു എക്കണോമിയിൽ when there is no export or import. ഒരു എക്കണോമി എന്താണ്? അടച്ചിട്ടേക്കുക. ഒരു എക്കണോമി എന്ത് ചെയ്യുന്നു? അടച്ചിടുന്നു. there is no trade relation, there is no investment relation. so ഒരു എക്കണോമിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, ഒരു എക്കണോമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നില്ല, ഒരു എക്കണോമിയിൽ നിന്ന് ലേബർ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു. സോ വെൻ ദർ ഈസ് ക്ലോസ്ഡ് എക്കണോമി, വിച്ച് മീൻസ് എന്താ? ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം അബ്രോഡ് ആൻഡ് ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെന്റ് ടു അബ്രോഡ്. ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. എക്സ്പോർട്ട് പോകുന്നില്ല, ഇമ്പോർട്ട് പോകുന്നില്ല, അങ്ങോട്ട് വയ്ക്കുന്നില്ല, ഇങ്ങോട്ട് വയ്ക്കുന്നില്ല. അങ്ങനെ എക്കണോമി ആണെങ്കിൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താ? there is no movement of goods, there is no movement of investment, there is no movement of labor force. So we can see in a closed economy there will be restriction of investment, there will be restriction of export, import. അപ്പൊ എന്തായിരിക്കും? in a closed economy GNP is equal to GDP ആയിരിക്കും. കാരണം എന്താ? ഇവിടെ നിന്ന് പൈസ പുറത്തേക്ക് പോകുന്നില്ല, പുറത്തുനിന്ന് പൈസ ഇങ്ങോട്ട് വരത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് GDP ആൻഡ് GNP. നമ്മൾ തീർന്നു. സോ ഓക്കെ ആണെങ്കിൽ we can continue the rest of the portion. So next we are going to discuss about the concept of depreciation. Concept of depreciation. സോ അടുത്ത നമ്മൾ നോക്കുന്നത് അതാണ് the concept of depreciation. അതുപോലെ what is NDP, what is NNP, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. First is concept of depreciation. So can you say എന്താണ് depreciation? എന്താണെന്ന് അറിയാമോ? ഡിപ്രീസിയേഷൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഡിപ്രീസിയേഷൻ wear and tear cost. വെരി ഗുഡ്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ can say തേയ്മാനം എന്ന് പറയാം. സോ മലയാളത്തിൽ we can use depreciation as തേയ്മാനം. സോ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആനുവൽ അലവൻസ്, ഇറ്റ് ഈസ് ദ annual allowance for wear and tear of capital goods. So capital goods ന്റെ wear and tear വേണ്ടിയുള്ള ആനുവൽ അലവൻസ് ആണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, these are the goods which is the output of a man-made process and it is used in the production of a new commodity, but while using in the production this item will not get transformed or consumed എന്ന് പറഞ്ഞു അല്ലേ? ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നില്ല? ഇന്റർമീഡിയറ്റ് ഗുഡിനെ പോലെ കൺസ്യൂം ചെയ്ത് ഇല്ലാണ്ടാവുകയോ ട്രാൻസ്ഫോം ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടി മാറുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിക്കും തോറും ഇതിനെന്തുണ്ടാവും? തേയ്മാനം ഉണ്ടാവും, wear and tear ഉണ്ടാവും. സോ നമുക്കറിയാം, നമ്മുടെ വീട്ടില്
ഒരു AC മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു TV മേടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർ മേടിക്കുന്നു. സോ ഈ പറഞ്ഞ കാറിനായാലും AC-ക്കായാലും ഫ്രിഡ്ജിനായാലും ദ കമ്പനി, ഏതാണോ കമ്പനി ആ സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്, ദേ വിൽ അസൈൻ എ ലൈഫ്. അതിനൊരു ലൈഫ് പറയും. ഇത്ര നാള് അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 10 വർഷം ഈ പറഞ്ഞ വണ്ടി ഓടും, അല്ലെങ്കിൽ 10 വർഷം എഞ്ചിൻ ഓടും എന്ന് കമ്പനി പറയും. സോ ദർ ഈസ് ഓൾവേസ് എ ലൈഫ് ടൈം ഫോർ എ ക്യാപിറ്റൽ ഗുഡ്. ഒരു ക്യാപിറ്റൽ ഗുഡിന് ഒരു ലൈഫ് ടൈം ഉണ്ട്. അതിന് കാരണം എന്താ? ഇത് മെഷീനാണ്, മെക്കനൈസ്ഡ് രീതിയിൽ വർക്ക് ചെയ്യുന്ന എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ കുറെ കാലം ഓടിക്കൊണ്ടിരിക്കുന്ന വെച്ചോ, കുറെ കാലം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് വർക്കിംഗ്, ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് റബ്ബിങ്, എന്തുണ്ടാവും? തേയ്മാനം ഉണ്ടാവും. ഈ പറഞ്ഞ എഞ്ചിൻ പാർട്സിന് തേയ്മാനം ഉണ്ടാവും. ഈ പറഞ്ഞ എഞ്ചിൻ പാർട്സ് ചിലത് ഇളകിപ്പോവാം, നട്ടും ബോൾട്ടൊക്കെ ഇളകിപ്പോവാം, അല്ലെങ്കിൽ ചില പാർട്സ് പൊട്ടിപ്പോവാം. സോ ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ്. ഇപ്പൊ നമ്മുടെ കാർ എടുക്കുക, നമ്മുടെ കാറ് പുത്തൻ പുതിയ കാർ വാങ്ങുമ്പോൾ മേ ബി ഈ കാറിന് ഒരു 20 km/ലിറ്റർ മൈലേജ് കിട്ടും. ഒരു ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസലിന് 20-25 കിലോമീറ്റർ മൈലേജ് കിട്ടും ആദ്യ കാലത്ത്. എന്നാൽ നമ്മൾ ഈ കാറ് ഒരു 10 വർഷം ഉപയോഗിക്കുന്ന വെച്ചോ, ഈ സെയിം കാറിനെ 10 വർഷം നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? ഈ മൈലേജ് കുറയില്ലേ? അതിന് കാരണം എന്താ? ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ് ഈ മെഷീന്റെ എഫിഷ്യൻസി കുറയും. സംശയമില്ലല്ലോ. സോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡിനുണ്ടാവുന്ന തേയ്മാനം ഇത് നമ്മൾ എന്ത് ചെയ്യണം? നാശനഷ്ടത്തിൽ പരിഗണിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും നമുക്ക് നോക്കാം. സപ്പോസ് there is an oven which is purchased by a company. നമ്മുടെ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു ബേക്കർ ഒരു ഓവൻ പർച്ചേസ് ചെയ്തു ഇൻ ദ ഇയർ 2010. 2010 നമ്മുടെ ബേക്കർ ഒരു ഓവൻ വാങ്ങിയത്. ആൻഡ് ഈ ഓവൻ വാങ്ങിയപ്പോ കമ്പനി പറഞ്ഞത് സപ്പോസ് സാംസങ്ങിന്റെ ഓവൻ ആണെന്ന് വിചാരിച്ചു. 10 വർഷം ലൈഫ് ടൈം പറഞ്ഞു. 10 വർഷമാണെന്ത് ഈ ഓവന്റെ കാലാവധി. വിച്ച് മീൻസ് 10 വർഷം കഴിയുമ്പോൾ ഈ ഓവൻ എന്താവും? ഈ ഓവന്റെ എഫിഷ്യൻസി എല്ലാം ഇല്ലാണ്ടാവും, പൂർണ്ണമായിട്ടത് ഒബ്സലേറ്റ് ആവും. ദിസ് ഓവൻ വിൽ ബിക്കം ഒബ്സലേറ്റ്. അത് നാരണക്കല്ല. ഇവിടെ നോക്കുക, ഈ ഓവൻ 2010 മുതൽ ഉപയോഗിക്കുകയാണ്. ആൻഡ് 2020 ആയപ്പോ 2020 ആയപ്പോ നമ്മുടെ ബേക്കർ ഈ ഓവൻ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തിട്ട് ഒരു പുതിയ ഓവൻ, ന്യൂ ഓവൻ പർച്ചേസ് ചെയ്തു. ഓക്കെ. സോ ഞാൻ പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ 2010 നമ്മുടെ ബേക്കർ ഒരു ഓവൻ വാങ്ങിച്ചു. 2020 ഈ പഴയ ഓവൻ മാറ്റിയിട്ട് ഒരു പുതിയ ഓവൻ എന്ത് ചെയ്തു? അയാൾ വാങ്ങിച്ചു. സോ 2010 ഓവൻ എ, 2020 ഓവൻ ബി. സോ in this example we are not considering the element of depreciation. തേയ്മാനത്തിന്റെ ഒരു കമ്പണന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. വിച്ച് മീൻസ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ ഈ എക്കണോമി നോക്കുമ്പോൾ പറയാണ് 2010 ഈ എക്കണോമിയിൽ ഒരു ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഒരു ഓവൻ ഉണ്ട്. ആൻഡ് ഈ ഓവൻ സപ്പോസ് 10 കേക്ക് ബേക്ക് ചെയ്യും. ഓക്കെ. 2010 ഒരു ഓവൻ ഉണ്ട്, ഒരു ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്, 10 കേക്ക് ബേക്ക് ചെയ്തു. ആൻഡ് 2020 നമ്മൾ നോക്കുമ്പോൾ എന്താ? വി ഹാവ് നോട്ട് കൺസിഡേർഡ് ദ കൺസെപ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഈ പറഞ്ഞ ഓവൻ ഓരോ വർഷവും തേയ്മാനം ഉണ്ടായി അത് നശിച്ചു പോയ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പറ്റും? നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ഈ എക്കണോമി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ വി ക്യാൻ സി എന്താ? 2 ഓവൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നും. കാരണം എന്താ? ഓൾറെഡി ഒരു ഓവൻ ഉണ്ട്. ഓൾറെഡി ഈ ബേക്കറിന്റെ കയ്യിൽ ഓവൻ എ ഉണ്ട്. അതിനൊപ്പം അയാൾ എന്ത് ചെയ്തു? ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓവൻ കൂടി വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കണക്കാക്കും. ഇഫ് വി ആർ നോട്ട് കൺസിഡറിംഗ് ദ എലമെന്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അതായത് 2020 നോക്കുമ്പോ ഇയാളുടെ കയ്യില് 2 ഓവൻ ഇരിക്കുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാണാൻ കഴിയും. നമുക്ക് തോന്നും 2 ഓവൻ എന്ത് ചെയ്യുന്നു? ഇയാളുടെ ഉണ്ട്. എന്നിട്ടും 2 ഓവൻ ഉണ്ടായിട്ടും 10 കേക്ക് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള നോക്കുവാണ്. സോ നോക്കൂ, എന്താ പറഞ്ഞേ?
In this example, we have not considered the element of depreciation. There is an overestimation of capital goods which is existing in the economy. നമ്മുടെ എക്കണോമിയിൽ നിലവിലുള്ള ക്യാപിറ്റൽ ഗുഡ്സിന്റെ എണ്ണം എന്ത് ചെയ്യപ്പെട്ടു? ഓവർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടു, ഇല്ലേ? സോ നോക്കൂ, ഈ പറഞ്ഞ 2000 ഉണ്ടായിരുന്നു, 2020 എന്താ? ഈ പറഞ്ഞ ഓവൻ റീപ്ലേസ് ചെയ്തു. ആ റീപ്ലേസ് ചെയ്തു എന്നുള്ള കാര്യം അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. സോ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസ് ഈ പറഞ്ഞ പഴയ ഓവൻ, ഓൾഡ് ആയിട്ടുള്ള ഒബ്സലേറ്റ് ആയിട്ടുള്ള ഓവൻ, അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു, അത് മാറ്റിയിട്ടാണ് ഓവൻ ബി വന്നത് എന്ന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ എന്താണ് പരിഹാരം? വി അസ്യൂം ദാറ്റ്, ഇതിന് പരിഹാരമായിട്ട് വി അസ്യൂം ദാറ്റ് നമ്മൾ 2010 വാങ്ങിച്ച ഈ ഓവൻ നമ്മൾ പറഞ്ഞു 10 വർഷമാണെന്ത് ഇതിന്റെ ലൈഫ് ടൈം. ആൻഡ് അതുകൊണ്ട് തന്നെ വി അസ്യൂം ദാറ്റ് 2010 വാങ്ങിച്ച ഈ ഓവൻ ഓരോ വർഷവും, അറിഞ്ഞിരിക്കുക, ഈ 10 വാങ്ങിച്ച ഈ ഓവൻ ഓരോ വർഷവും കുറേശ്ശെ ആയിട്ട് തേഞ്ഞ് ഇല്ലാണ്ടാവുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 10 വർഷം കൊണ്ട് എന്ത് ചെയ്യും? ഈ ഓവൻ എക്കണോമിയിൽ ഇല്ലാണ്ടായിട്ട് അസ്യൂം ചെയ്യുന്നു. അതാണെന്ത്? ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ. ഓർ വി ക്യാൻ സേ ക്യാപിറ്റൽ സ്റ്റോക്ക് കൺസംഷൻ. എന്താണ്? ഡിപ്രീസിയേഷൻ അലവൻസ് ഓർ ക്യാപിറ്റൽ സ്റ്റോക്ക് കൺസംഷൻ. സോ അറിഞ്ഞിരിക്കുക, ഇൻ ദിസ് ഡിപ്രീസിയേഷൻ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറല്ലേ പറഞ്ഞേ ക്യാപിറ്റൽ ഗുഡ് കൺസ്യൂം ചെയ്യപ്പെടത്തില്ല എന്ന്. ഞാൻ എന്താ പറഞ്ഞേ? ക്യാപിറ്റൽ ഗുഡും ഇന്റർമീഡിയറ്റ് ഗുഡും വ്യത്യാസം എന്തായിരുന്നു? നിർമ്മാണ സമയത്ത് ക്യാപിറ്റൽ ഗുഡ് എന്താണ്? ഇല്ലാണ്ടാവുന്നില്ല. നിർമ്മാണ സമയത്ത് ക്യാപിറ്റൽ ഗുഡ് എന്തില്ല? ഇല്ലാണ്ടാവുന്നില്ല. തേയ്മാനം ഉണ്ടാവുന്നുണ്ട്, വേർ ആൻഡ് ടയർ ഉണ്ടാവുന്നുണ്ട്. ആ വേർ ആൻഡ് ടയർ ഉണ്ടാവുമ്പോ ഗുഡ് ഈസ് നോട്ട്, ക്യാപിറ്റൽ ഗുഡ് ഈസ് നോട്ട് കൺസ്യൂംഡ്. അത് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട് ഒരു പുതിയ ഉൽപ്പന്നമായി മാറുകയോ അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ പ്രോഫിറ്റ് ഇല്ലാണ്ടാവുകയോ ചെയ്യുന്നില്ല. എന്താ ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത്? ഒൺലി ദ എഫിഷ്യൻസി ഈസ് ഇമ്പാക്റ്റഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി, നമ്മുടെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിക്ക് സപ്പോസ് ദർ ഈസ് എ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസിംഗ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിക്ക് ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് മെഷീൻ ഉണ്ട്. ആൻഡ് ഈ മെഷീന് 2010 എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. ആൻഡ് ആ സമയത്ത് ഈ മെഷീന് 100 ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. 100 പാക്കറ്റ് ബിസ്ക്കറ്റ് ആ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. എന്നാൽ അടുത്ത വർഷം ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ് ഈ മെഷീന്റെ എഫിഷ്യൻസി സപ്പോസ് 95 ആയിട്ട് കുറഞ്ഞു. അടുത്ത വർഷം അത് 90 ആയി. അങ്ങനെ കുറഞ്ഞ് 2020 ആയപ്പോ 10 ഇൻസ്റ്റാൾ ചെയ്ത മെഷീന്റെ എഫിഷ്യൻസി 50 പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു വിചാരിക്കാം. സോ 2010 we can see 2010 100 പാക്കറ്റ് ബിസ്ക്കറ്റ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ 2020 50 പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിട്ട് മെഷീൻ എഫിഷ്യൻസി കുറഞ്ഞു. ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ്, ബിക്കോസ് ഓഫ് wear and tear. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? 2020 ആയപ്പം വി ആർ റീപ്ലേസിംഗ് ദി മെഷീൻ. ഈ മെഷീൻ റീപ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2010 മുതൽ ഉള്ള 10 വർഷക്കാലം, 11, 12, 13, 14, 15, 16 എന്ന് പറഞ്ഞിട്ട് 10 വർഷക്കാലം ഓരോ വർഷവും ഈ മെഷീൻ കൺസ്യൂം ചെയ്യപ്പെടുന്നു. ഈ മെഷീന്റെ തേയ്മാനം ഉണ്ടായി അത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് സപ്പോസ് ഈ മെഷീന്റെ വാല്യൂ 1000 രൂപ എന്ന് വെച്ചോ. നമ്മുടെ ബിസ്ക്കറ്റ് മെഷീന്റെ വാല്യൂ 1000 രൂപയാണ്. 10 വർഷമാണെന്ത് ഇതിന്റെ ലൈഫ്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് 1000 ആണെന്ത് ഇതിന്റെ വാല്യൂ, 10 വർഷമാണ് ലൈഫ്. സോ വി അസ്യൂം ദാറ്റ് 10,000 പ്ലസ് 1000 by 10, അതായത്
ഓരോ വർഷവും 100 രൂപ വെച്ച് ഓരോ വർഷവും 100 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ മെഷീൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ മെഷീന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 10 വർഷം കൊണ്ട് 2010 മുതൽ 2020 വരെയുള്ള 10 വർഷം കൊണ്ട് ഈ മെഷീൻ എന്താ എക്കണോമിയില് ഇല്ല. 1000 രൂപ വാല്യൂ ഉണ്ടായിരുന്ന ഈ മെഷീന് എക്കണോമിയില് ഇല്ലാണ്ടായി. ദാറ്റ് മെഷീൻ ഈസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അങ്ങനെ 20 എന്ത് ചെയ്തു? വി ആർ റീപ്ലേസിംഗ് ദിസ് മെഷീൻ വിത്ത് എ ന്യൂ മെഷീൻ, വിത്ത് എൻ അപ്ഡേറ്റഡ് മെഷീൻ. അപ്പൊ നോക്കുമ്പോ എന്താ, 2 മെഷീൻ കാണിക്കില്ല, മറിച്ച് എന്താ ആക്ച്വൽ എത്ര മെഷീൻ ഉണ്ട് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. പഴയ മെഷീന്റെ വാല്യൂ എന്താ? ഇല്ലാണ്ടായി. പഴയ മെഷീന്റെ വാല്യൂ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി. അത് ആഡ് ചെയ്താലും എന്താ? അതില്ല, സീറോ വാല്യൂ. വാല്യൂ ദ മെഷീൻ ഈസ് ഡിപ്രീഷിയേറ്റഡ്, ദാറ്റ് ഈസ് ലോസ്റ്റ്. സോ ഒറ്റ മെഷീൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അറിഞ്ഞിരിക്കുക, ഇൻ ദ കേസ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീന്റെ വാല്യൂ, അതിന്റെ ലൈഫ് ടൈം, ഇത് കൺസിഡർ ആണ് എല്ലാ വർഷവും എത്ര വാല്യൂ കുറയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീന്റെ പ്രൈസ്, ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീൻ ലൈഫ്, ഇതനുസരിച്ചാണ് ഓരോ വർഷവും എത്ര വാല്യൂ കുറയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. There are some strategies adopted by NSO. ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് NSO സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ മേഖലയിലും ഡിഫറെന്റ് രീതിയിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് ആവശ്യമില്ല, ആ മെത്തേഡൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ മെഷീന്റെ പ്രൈസ്, അതിന്റെ ലൈഫ്, ഇതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ഈ മെഷീൻ കൺസ്യൂം ചെയ്യപ്പെടുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. അതുപോലെ ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ, സപ്പോസ് നമ്മുടെ തേയ്മാനം മൂലം നമ്മൾ കണ്ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് ഗെറ്റിംഗ് ഇറോഡഡ്. അതല്ലോ, ക്യാപിറ്റൽ സ്റ്റോക്ക് ഇറോഡ് ചെയ്യുകയാണ്, ലൈക് ക്യാപിറ്റൽ ഗുഡ് ഇറോഡ് ചെയ്യുകയാണ്. ആൻഡ് ഇഫ് ആൻ എക്കണോമി ഫെയിൽസ് ടു റീപ്ലേസ്, ഒരു എക്കണോമിക്ക് ഇങ്ങനെ ഇറോഡ് ചെയ്യപ്പെട്ട ക്യാപിറ്റൽ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, if an economy fails to replace capital stock which was lost due to depreciation, its GDP will fall. ഇപ്പൊ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേ? If a country fails to replace capital stock lost due to depreciation, then the GDP of the country will fall. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. 2010 ബിസ്ക്കറ്റ് മെഷീൻ 100 പാക്കറ്റ് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 2020 ഈ മെഷീൻ 50 പാക്കറ്റ് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. വിച്ച് മീൻസ്, നമ്മൾ പറഞ്ഞു GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആണ്. 2010 100 ബിസ്ക്കറ്റ് ഫൈനൽ ഗുഡ് ഉണ്ടായിരുന്നു. എന്നാൽ 2020 50 പാക്കറ്റ് ബിസ്ക്കറ്റ് ഫൈനൽ ഗുഡിലുള്ളൂ. സോ എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്? അതിന് കാരണം ബിക്കോസ് ഓഫ് ദ റിഡക്ഷൻ ഇൻ ദ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഗുഡ്. നിലവിലുണ്ടായിരുന്ന ക്യാപിറ്റൽ ഗുഡിന്റെ എഫിഷ്യൻസി കുറഞ്ഞത് മൂലമാണ്. എങ്ങനെ എഫിഷ്യൻസി കുറഞ്ഞത്? ബിക്കോസ് ഓഫ് ഡിപ്രീസിയേഷൻ, ബിക്കോസ് ഓഫ് തേയ്മാനം മൂലമുണ്ടായ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കുറവ്, നികത്തിയില്ലെങ്കിൽ എന്തുണ്ടാകും? ആ എക്കണോമിയുടെ GDP കുറയും. സോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോ we will replace the existing capital with a new capital. നിലവിലുള്ള ആ മെഷീൻ നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. അത് മാറ്റിയിട്ട് ഒരു ന്യൂ മെഷീൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കൺട്രിയിലെ
GDP എന്ത് ചെയ്യും? fall ചെയ്യും. ആ കമ്പനിയുടെ ഉൽപാദനം എന്ത് ചെയ്യും? fall ചെയ്യും. അതുപോലെ മറ്റൊരു പോയിന്റ്, depreciation will not take into account issues like sudden occurrence of disasters മൂലം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലം, അല്ലെങ്കിൽ ഫയർ ലോസ് മൂലം ഒക്കെ ഉണ്ടാവുന്ന ലോസസ് will not be considered in depreciation. സോ ഞാൻ പറഞ്ഞു, തേയ്മാനം കണക്കാക്കുമ്പോ മെഷീന്റെ പ്രൈസും മെഷീന്റെ ലൈഫ് മാത്രമാണ് എന്ത് കണക്കാക്കുന്നത്. അല്ലാതെ ഒരു കമ്പനിയില് കാലമിറ്റി ഉണ്ടായി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി നശിച്ചുപോയി മെഷീൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയർ അറ്റാക്ക് ഉണ്ടായി നശിച്ചുപോയി, അല്ലെങ്കിൽ ഉൽക്കാപതനം ഉണ്ടായി നശിച്ചുപോയി, അല്ലെങ്കിൽ ഒരു വോൾക്കാനോ ഇറച്ചി വന്ന് നശിച്ചുപോയി. സോ വെൻ ദർ ഈസ് സഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ, due to a calamity or disaster or fire loss, that will not be accounted in depreciation allowance. ഡിപ്രീസിയേഷൻ അലവൻസിനകത്ത് എന്ത് ചെയ്തില്ല? അത് ഉൾപ്പെടുത്തില്ല. എന്ത് മാത്രമേ വരത്തുള്ളൂ? ഈ പറഞ്ഞ ക്യാപിറ്റൽ സ്റ്റോക്കിന് ഉണ്ടാവുന്ന തേയ്മാനം മാത്രമാണെന്ത്? ആൻഡ് ഈ പറഞ്ഞ GDP, GNP ഈ വാല്യൂവിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുകയാണെങ്കിൽ, സോ നമുക്കുള്ള GDP, GNP വാല്യൂവിൽ നിന്ന് തേയ്മാനത്തിന്റെ അലവൻസ് കുറയ്ക്കുകയാണെങ്കിൽ, we can see we will get NDP and NNP. So when we are deducting GDP നിന്ന് ഡിപ്രീസിയേഷൻ ഓർ തേയ്മാനം കുറയ്ക്കുന്നു, we will get NDP ലഭിക്കുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? NDP ലഭിക്കുന്നു. സോ എന്തിനു വേണ്ടി ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു കൺട്രി 1000 രൂപ ഉത്പാദിപ്പിച്ചു, 1000 രൂപയുടെ ഉൽപ്പന്നം ഉത്പാദിപ്പിച്ചു. GDP എന്ന് പറയുമ്പോൾ സപ്പോസ് 1000 രൂപയാണ്. സോ ഈ പറഞ്ഞ 1000 രൂപയ്ക്കകത്ത് വി ഹാവ് യൂസ്ഡ് ക്യാപിറ്റൽ ഗുഡ്സ്. നമ്മൾ എന്തിട്ടുണ്ട്? ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചാണ് എന്ത് ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തത്. 1000 രൂപയുടെ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തത് ക്യാപിറ്റൽ ഗുഡ്സിന് സേവനം വാങ്ങിച്ചുകൊണ്ടാണ്. നോക്കുമ്പോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് 10 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. 10 വർഷം കഴിഞ്ഞിട്ട് വി ഹാവ് ടു റീപ്ലേസ് ദിസ് ക്യാപിറ്റൽ ഗുഡ്. സോ അപ്പൊ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് അവിടെ കാണിക്കേണ്ടി വരും. എന്ത് ചെയ്യേണ്ടി വരും? വലിയൊരു എമൗണ്ട് കാണിക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ GDP നിന്ന് ഒരു ചെറിയ എമൗണ്ട്, സപ്പോസ് 100 രൂപ അല്ലെങ്കിൽ 10 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും കുറച്ച് 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 പോകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. എന്തിനുവേണ്ടി അസ്യൂം ചെയ്യുന്നത്? ക്യാപിറ്റൽ കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തേയ്മാനം മൂലം നമുക്കറിയാം, ഇപ്പൊ ഒരു മെഷീൻ കേടാവുന്നു, ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ആ മെഷീന് ലൈഫ് ടൈമിൽ തേയ്മാനം ഉണ്ടാവും. ഈ തേയ്മാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വേണം? തേയ്മാനം ഉണ്ടാകുമ്പോൾ വി ഹാവ് ടു സ്പെൻഡ് സം മണി ടു റിപ്പയർ ദ മെഷീൻ. സോ ഈ അലവൻസ് പറഞ്ഞാൽ, ഈ ഡിപ്രീസിയേഷൻ അലവൻസ് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ആക്ച്വലി ദ എമൗണ്ട് ഫോർ റിപ്പയറിംഗ് ആണ്. ഈ പറഞ്ഞ തേയ്മാനം ഉണ്ടാകുമ്പോൾ ആ തേയ്മാനം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പയർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാറിന്റെ കാര്യം എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചേഞ്ച് ദ ഓയിൽ. ഓയിൽ ചേഞ്ച് ചെയ്യണ്ടേ? നമ്മൾ റിക്കറിംഗ് ആയിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാറിന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? സോ ഈ മെഷീനും എന്ത് ചെയ്യണം? തേയ്മാനം ഉണ്ടാകുന്നല്ലോ, ആ തേയ്മാനം മറികടക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു റിപ്പയർ. ആൻഡ് ആ റിപ്പയറിംഗ് ചാർജ് ആണ് എന്ത്? ആക്ച്വലി ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ, തേയ്മാനത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ when we are deducting depreciation from GDP, we will get NDP. And when we are deducting depreciation from GNP, we are getting NNP. And നോക്കുക, in the new methodology, ഞാൻ പറഞ്ഞിരുന്നു 2015 നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ മെത്തഡോളജിയിൽ GDP ഈസ് മെഷേർഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണല്ലോ. ഞാൻ പറഞ്ഞു GDP മെഷർ ചെയ്യുന്ന ഏത് പ്രൈസിലാണ്? മാർക്കറ്റ് പ്രൈസിലാണ്.
GB ആണെങ്കിൽ ബേസിക് പ്രൈസിലാണ്. ആൻഡ് ഹിയർ യു ക്യാൻ സി GDP at മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. We can write this as NDP at market price equal to GDP at market price minus depreciation. അതുപോലെ NNP at market price equal to GNP at market price minus depreciation. This is the NDP and NNP, net national product. ആ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ, നമ്മുടെ സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ NSO റിലീസ് ചെയ്യുന്ന ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. സോ ഇൻകം ഈസ് മെഷേർഡ് ആസ് ഫാക്ടർ ഇൻകംസ്. സോ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലെവലാണെന്ത് നാഷണൽ ഇൻകം പറയുന്നത്. സോ ഓരോന്നും ഓരോ ലെവലിലാണ്. കണ്ടല്ലോ നിങ്ങൾ, GVA പ്രൊഡ്യൂസർ ലെവൽ വേണ്ടോ, GVA അറ്റ് ബേസിക് പ്രൈസ്, GDP മാർക്കറ്റ് പ്രൈസ്, നമ്മുടെ കൺസ്യൂമർ എത്ര വിലയ്ക്ക് ആവശ്യം. ആൻഡ് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ പറയുന്നത്. ഞാനീ പറഞ്ഞു GDPയും GNPയും എല്ലാം എന്താണ്, നാഷണൽ ഇൻകത്തിന്റെ തന്നെ പല വേർഷൻസ് ആണ്. ആൻഡ് ഒഫീഷ്യലി നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്, NNP at factor cost. This is the official equation. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി ആയിട്ടുള്ള NSO പ്രതിപാദിക്കുന്ന ഒഫീഷ്യൽ ദേശീയ വരുമാനത്തിന്റെ ഇക്വേഷൻ ആണ് NNP at factor cost എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് റിലേഷൻ ഓർമ്മയുണ്ടോ? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു എന്തായിരുന്നു, ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. നമുക്ക് വേണ്ട എന്തായിരുന്നു, ഫാക്ടർ കോസ്റ്റാ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാ, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. എങ്ങനെ വരും, ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു market price minus indirect tax plus subsidy. And you can see we can take minus as common. Minus common എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും, മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ്, കാരണം എന്താ മൈനസ് 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 പ്ലസ് ആവും, മൈനസ് പ്ലസ് മൈനസ് ആവും. സോ NNP at factor cost equal to NNP at market price minus indirect tax plus subsidies. ഈ ഇക്വേഷൻ കാണാപിടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു നോ ദ കൺസെപ്റ്റ് there is no need to by heart it. നിങ്ങൾക്ക് എന്താ അല്ല എഴുതാൻ പറ്റും. റീസെന്റ് നടന്ന കേരള PSCയുടെ മെയിൻസ് എക്സാമിന് ഈ പറഞ്ഞ ഇക്വേഷൻ ചോദ്യം ഉണ്ടായിരുന്നു. മാർക്കറ്റ് പ്രൈസ്, ബേസിക് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റീസെന്റ് നടന്ന PSC എക്സാമിന് ചോദിച്ചിരുന്നു. ഡിഗ്രി ലെവൽ എക്സാമുകൾ, ഇൻ ദ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് എക്സാമിൽ ചോദ്യം ഉണ്ടായിരുന്നു, അതുപോലെ മെയിൻസിലും ഉണ്ടായിരുന്നു. സോ ഇൻ ദ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ആൻഡ് മെയിൻസ് എക്സാം the same equation was asked by Kerala PSC, and this can be seen in +2 NCERT also. നിങ്ങൾ +2 NCERT നോക്കുകയാണെങ്കിൽ +2 NCERTയിലും ഈ പറഞ്ഞ ഇക്വേഷൻ കാണാൻ കഴിയും. സോ NNP at factor cost എന്ന് പറഞ്ഞാൽ NNP at market price മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ്, അല്ലെങ്കിൽ NNP at market price minus of indirect tax minus subsidy. And ഈ പറഞ്ഞ നാഷണൽ ഇൻകവും we can measure using base year price അതുപോലെ current year price. So base year price മെഷർ ചെയ്യുകയാണെങ്കിൽ it is called as national income at constant price. അതായത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത GDP മുതൽ we have to calculate nominal GDP. Sorry, we have to calculate real GDP, then real GNP. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം we can measure national income at
constant price or base year price. And if you are measuring nominal GDP, we can measure national income at current price. National income at current price. So this is about the question of national income. And next is per capita income. ആളോഹരി വരുമാനം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. പെർ ക്യാപിറ്റ ഇൻകം, വ്യക്തിഗത വരുമാനം, വ്യക്തിഗത ദേശീയ വരുമാനം, പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം. ഇറ്റ് ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. നമ്മൾ നേരത്തെ കിട്ടിയ ദേശീയ വരുമാനത്തെ, നമുക്ക് നേരത്തെ കിട്ടിയ ദേശീയ വരുമാനം, ഈ ഒഫീഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കൺട്രിയുടെ പോപ്പുലേഷനുമായിട്ട് ഹരിക്കുന്നു. സോ വി ക്യാൻ സി നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ is equal to per capita national income. Per capita national income. Next term ആണ് items not included in national income. ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ. സോ നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആണ്. സോ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന യൂണിലാറ്ററൽ പേയ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ സോഷ്യൽ വെൽഫെയർ പെൻഷൻസ്, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, ഡൊണേഷൻസ്, ഗിഫ്റ്റ്, ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. കാരണം ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പ്രധാനമായി നോക്കുന്നത്? there should be some economic activity. എന്തുണ്ടാവണം? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവണം, ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടാവണം. ഇപ്പൊ സർക്കാർ സ്കോളർഷിപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ഈ പറഞ്ഞ പെൻഷൻ കൊടുക്കുന്നു. ഏത് പെൻഷനാ? സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നു. സോ ഈ പെൻഷൻ വാങ്ങുന്നവര് സർക്കാരിന് വേണ്ടി ഒരു സേവനം ചെയ്തവരല്ല. ദേ ആർ നോട്ട് എംപ്ലോയീസ് ഓഫ് ഗവൺമെന്റ്. മറിച്ച് വെൽഫെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നതാണ് എന്ത്? സാമൂഹ്യ പെൻഷനുകൾ. സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. അതുപോലെ നിങ്ങൾ പറഞ്ഞു ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഓൾ ഗുഡ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, അതിന്റെ വിൽപ്പന ഇവിടെ വരില്ല, നാഷണൽ ഇൻകത്തിൽ വരത്തില്ല. പക്ഷേ if there is any firm which performs the sale, ഒരു സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കുന്ന ഒരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനെന്ന് പറഞ്ഞല്ലോ ഈ പ്രീ ഓൺഡ് കാർ ഷോറൂം. സോ ഈ പ്രീ ഓൺഡ് കാർ ഷോറൂം ഇറ്റ്സ് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം ആണ്. നേരെ മറിച്ച് എന്റെ കാർ ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യത്തില്ല? നാഷണൽ ഇൻകത്തില് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം എന്താ? ഓൾറെഡി ഈ കാറിന്റെ വാല്യൂ നമ്മൾ എടുത്തതാണ്. കാർ ഉത്പാദിപ്പിച്ചത് മുന്നത്തെ വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ വാല്യൂ എടുക്കില്ല. അതുപോലെയാണ് വിൻഫോൾ ഗെയിൻസ്. സോ ഇന്നലെ എല്ലാവരും ഒരു 2:30 തൊട്ട് ഒരു 4 മണി വരെ എല്ലാവരും വാർത്തയായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കും. ഇന്നലെ ആയിരുന്നു നമ്മുടെ ഓണം ബമ്പർ നറുക്കെടുപ്പ്. ആർക്കെങ്കിലും അടിച്ചോ? നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ട്രീറ്റ് ഉണ്ടേ, പറയാണ്ടിരിക്കണ്ട. വെരി ഗുഡ്. സോ നമുക്ക് എല്ലാവർക്കും ആൻസിമേമിന്റെ വകയായിട്ട് ട്രീറ്റ് ഉണ്ടാവും. നേരത്തെ 1000 രൂപ അടിച്ചെന്ന് പറയുന്നു. 4 പേര് ഷെയർ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, 250 രൂപ കിട്ടിയല്ലോ. സോ വി ആർ എക്സ്പെക്ടിങ് നമ്മളൊരു സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ട്രീറ്റ് ചെയ്യാം. വേറെ ആർക്കും ഇല്ല? സാർ അടിച്ചില്ല, എടുത്തില്ല. ഞങ്ങള് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് സാർ. ഞങ്ങള് ലോട്ടറി എടുക്കാം. അങ്ങനെ ഉണ്ടല്ലോ ചിലര്. ലോട്ടറി നമുക്ക് വേണ്ട, നമുക്ക് അധ്വാനം, അതാണ് നമ്മുടെ. ഞാൻ എടുത്തിരുന്നു, അടിച്ചില്ല. ഒരു 50 പോയി, ഒന്നും കിട്ടിയില്ല. വെച്ചാൽ 500 കിട്ടുന്ന വിചാരിച്ചു, അത് കിട്ടിയില്ല. അത് 50 പോയി. തിരിഞ്ഞു പറഞ്ഞു പോയി. വെച്ചാൽ 0992 രണ്ടാം നമ്പർ. അത് 0692 ഉണ്ട്, 0960 ഉണ്ട്. തിരിഞ്ഞു പറഞ്ഞുണ്ട്. 5000 ഉണ്ട്, ഈ പറഞ്ഞ 2000 അങ്ങനെ എന്തോ വാല്യൂ എടുത്തു നോക്കി, അടിച്ചില്ല. അങ്ങനെ അതിപ്പോ ഗൂഗിൾ പേ ഉണ്ടല്ലോ, ഗൂഗിൾ പേ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്ക്രാച്ച് ചെയ്യുമ്പോൾ എല്ലാം കിട്ടുന്നത് ബെറ്റ് ടൈം ആണ്. പണ്ട് 1 രൂപ കിട്ടുമല്ലോ, ഇപ്പൊ അതുമില്ല. എനിവേ നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള ലോട്ടറി ഇൻകം എന്താണ്?
നമുക്ക് കിട്ടുന്ന സഡൻ ആയിട്ടുള്ള ഒരു ഇതല്ലേ, സഡൻ ആയിട്ടുള്ള ഇൻകം ആണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. സോ വിൻഫോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സഡൻ പേയ്മെന്റ് ഓർ സഡൻ സോ വിൻഫോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ സഡൻ ഗെയിൻ ഓർ സഡൻ അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം റിസീവ്ഡ് ഓൾ ഓഫ് സഡൻ, പെട്ടെന്ന് ഒരു കുറെ പൈസ കിട്ടുന്നു. എന്നുവെച്ചാൽ ജോലി ചെയ്തതിന്റെ അല്ല, വർക്ക് ചെയ്തതിന്റെ അല്ല, പക്ഷെ പെട്ടെന്ന് വിത്തൗട്ട് എനി വർക്ക്, വിത്തൗട്ട് എനി ജോബ്, വിത്തൗട്ട് എനി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു ജോലി ചെയ്തിട്ടില്ല, അല്ലെ ഞാനൊരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല, പക്ഷെ എന്താ ഓൾ ഓഫ് എ സഡൻ എനിക്ക് എന്ത് കിട്ടുന്നു, ഒരു ഹൈ എമൗണ്ട് ഓഫ് മണി റിസീവ് ചെയ്യുന്നു. അതിന് പറയുന്നതാണ് എന്ത്, വിൻഫോൾ ഗെയിൻസ് പറഞ്ഞ. സോ ഓൾ ഓഫ് എ സഡൻ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന സഡൻ ഗെയിൻസ്, സഡൻ ഇൻകം, അതിന് പറയുന്നതാണ് എന്ത്, വിൻഫോൾ ഗെയിൻ. സോ ഇഫ് എ പേഴ്സൺ റിസീവ്സ് huge chunk of money or huge sum of money all of a sudden without engaging in economic activity, such gain can be called as windfall gain, lottery income, and that is also not included under national income. പിന്നെ ബ്ലാക്ക് മണി, ഓഫ് കോഴ്സ് നമ്മുടെ ഈ പറഞ്ഞ കള്ളപ്പണം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡ് അണ്ടർ നാഷണൽ ഇൻകം. ദെൻ വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്. സോ നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടില് നമ്മുടെ വൈഫ് ജോലി ചെയ്യുന്നുണ്ടാവും, അതായത് നമ്മുടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും, അടുക്കളയിൽ പാചകം ചെയ്യുന്നു, തുണി നനച്ചിടുന്നു, ക്ലീൻ ചെയ്യുന്നു, മുറ്റടിക്കുന്നു, ഇതൊക്കെ ആയിരിക്കും ജോലി. സോ ഈ പറഞ്ഞ ജോലി അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു വീട്ടിലൊരാൾ വെയ്യാൻ നടക്കുന്നു, ആരായിരിക്കും പരിചരിക്കുന്നത്, വുമണാണ് പരിചരിക്കുന്നത്. സോ നോക്കുവാണെങ്കിൽ കെയർ എക്കണോമി എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരുന്നത് ഫണ്ട് ബേസ് ആയിരിക്കും. സോ വുമൺ ഈസ് ദ മെയിൻ എന്താണ് ടോർച്ച് ബെയറേഴ്സ് ഓഫ് ദിസ് കെയർ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേ ടു ഡേ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി ചെയ്യുന്ന എല്ലാം വുമണാണ്. സോ ഈ പറഞ്ഞ ജോലിക്ക് സ്ത്രീകൾക്ക് എന്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹൗസ് വൈഫ് എന്ത് കിട്ടുന്നില്ല, ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്, റൈറ്റ്. എന്നാൽ ഇതേ സെയിം ജോലി ഈ പറഞ്ഞ നമ്മുടെ ഹൗസ് വൈഫ് ഒരു ഹോട്ടലിൽ പോയി ചെയ്യാന്ന് വെച്ചോ, ഒരു ഹോട്ടലിൽ പോയിട്ട് കുക്ക് ചെയ്യുന്നു, ഒരു ഹോട്ടലിൽ പോയിട്ട് ഈ പറഞ്ഞ ക്ലീൻ ചെയ്യുന്നു, ദേ വിൽ ഗെറ്റ് പെയ്ഡ്, റൈറ്റ്, അതിന് പൈസ കിട്ടും. എന്നാൽ വീട്ടിൽ ചെയ്യുന്ന പണിക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ഈ പറഞ്ഞ വരുമാനം, ഈ പറഞ്ഞ ശമ്പളം ലഭിക്കില്ല. സോ വി ക്യാൻ സി വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാഷണത്തില് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ കുഴപ്പമാണ്. നിലവിലെ അക്കൗണ്ടിംഗ് മെത്തേഡ് അനുസരിച്ച്, നിലവിലുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസ് അനുസരിച്ച് വി കനോട്ട് ഇൻക്ലൂഡ് ദ വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്സ്. കാരണം അതും എന്താ, ഈ പറഞ്ഞ ആക്ടിവിറ്റിയാണ്, പക്ഷെ എക്കണോമിക് ആക്ടിവിറ്റി പരിഗണിക്കുന്നില്ല. വി ആർ നോട്ട് consider it as an economic activity. കാരണം സെയിൽ നടക്കുന്നില്ല, there is no sale, there is no economic transaction. So work done by house wife is also not included under national. The next term ആണ് personal income. So personal income, so നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, പെർ ക്യാപിറ്റ ഇൻകം ആണ്. പെർ ക്യാപിറ്റ എന്താ, നമ്മുടെ ഇന്ത്യയിലെ ആളോഹരി ദേശീയ വരുമാനമാണ്, വിച്ച് മീൻസ് ദേശീയ വരുമാനത്തെ കൺട്രിയിലെ ജനസംഖ്യയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് എന്ത്, ആളോഹരി ദേശീയ വരുമാനം ഓർ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം. പെർ ക്യാപിറ്റ, പെർ പേഴ്സൺ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ പെർ പേഴ്സൺ ഓർ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം. അടുത്ത എന്താണ്, പേഴ്സണൽ ഇൻകം. സോ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് നാഷണൽ ഇൻകം ഓർ ഇറ്റ് ഈസ് സംതിങ് മോർ ദാൻ നാഷണൽ ഇൻകം which is actually obtained by all households in a country. നമ്മുടെ കൺട്രിയിലുള്ള ഹൗസ് ഹോൾഡിന് ആക്ച്വലി ലഭിക്കുന്ന നാഷണൽ ഇൻകം പാർട്ടാണെന്നില്ല, ഇറ്റ് മേ ബി സംടൈംസ് മോർ ദാൻ നാഷണൽ ഇൻകം. അതായത് ഒരു കൺട്രിയിൽ മൊത്തം അക്യുമുലേറ്റ് ചെയ്ത ദേശീയ വരുമാനത്തെക്കാൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ കൂടാം. ഞാൻ അതിലൊക്കെ വരാം. സോ പേഴ്സണൽ എന്ന് വെച്ചാൽ എന്താ, പേഴ്സണൽ ഇൻകം മീൻസ് ഇറ്റ് ഈസ് ദ ഇൻകം, നാഷണൽ ഇൻകം എന്നല്ല, ഇറ്റ് ഈസ് ദ ഇൻകം വിച്ച് ഈസ് ആക്ച്വലി ഒബ്റ്റേൺഡ് ബൈ ഹൗസ് ഹോൾഡ്സ് ഇൻ എ കൺട്രി. ഒരു ഹൗസ് ഹോൾഡില്, നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം ഹൗസ് ഹോൾഡുകൾക്ക്, ഒറ്റ ഹൗസ് ഹോൾഡ് അല്ല,
ഇന്ത്യയിലുള്ള മൊത്തം ഹൗസ് ഹോൾഡുകൾക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് കിട്ടിയ, ടോട്ടലായിട്ട് കിട്ടിയ എത്രയാണ് വരുമാനം? അതാണെന്ത്? പേഴ്സണൽ ഇൻകം ഓർ വ്യക്തിഗത വരുമാനം എന്ന് പറയാം. വ്യക്തിഗത വരുമാനം എന്ന് മലയാളത്തിൽ പറയാം. സോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആ ടേം മാറിപ്പോയി കേട്ടോ. പെർ ക്യാപിറ്റ എന്ന് വെച്ചാൽ ആൾ ഓഹരി ഇൻകം ആണ്, വ്യക്തിഗതമല്ല. ഇവിടെ എന്താണ്? പേഴ്സണൽ ഇൻകം ഓർ വ്യക്തിഗത വരുമാനം. സോ യു ക്യാൻ സി പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സം ഇൻകം which is received by household which is not a part of national income. സോ വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്ത ചില ഇൻകം ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ദേശീയ വരുമാനത്തിലുള്ള ചില കാര്യങ്ങൾ പേഴ്സണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയില്ല. ശ്രദ്ധിച്ചു വെക്കുക. ഇതാ പറഞ്ഞേ, പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ it is the actual income. It is the actual income which is obtained by all households in a country. നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം ഹൗസ് ഹോൾഡുകൾക്ക് ക്യുമുലേറ്റീവ് ആയി ലഭിച്ച വരുമാനമാണ് പേഴ്സണൽ ഇൻകം. And in this personal income, we may add some elements which is not a part of national income. ദേശീയ വരുമാനത്തിന്റെ ഭാഗമല്ലാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതുപോലെ we may subtract some elements which is a part of national income. For example, നമ്മൾ നേരത്തെ കണ്ടതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്, അല്ലേ? നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, സ്കോളർഷിപ്പ്, ഗിഫ്റ്റ്, ഡൊണേഷൻസ്. സോ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പൈസ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തില്ല. കാരണം എന്താ? ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി നിർബന്ധമാണ്. എന്നാൽ ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എങ്ങോട്ടാ പോകുന്നത്? ഇത് ഹൗസ് ഹോൾഡാണ്. ഹൗസ് ഹോൾഡുള്ള ആളുകളിലേക്കാണ് എന്ത് ഈ പറഞ്ഞ പെൻഷൻ ആയാലും ഈ പറഞ്ഞ സ്കോളർഷിപ്പ് ആയാലും പോകുന്നത്. സോ നോക്കുമ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ ആഡ് ചെയ്യണം. സോ ഇൻ പേഴ്സണൽ ഇൻകം we will be adding transfer payment along with the national income. നാഷണത്തിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻകം ആഡ് ചെയ്യുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ കണ്ടതാണ് in national income there is consideration of factors of production. Factors of production കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിലൊരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു എന്റർപ്രണർ. അത് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു entrepreneur receives profit from firm. നമ്മുടെ ഫേമിൽ നിന്ന് ഓണ്ടർപ്രണറിന് ലാഭം കിട്ടുമെന്ന് പറഞ്ഞു. ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ജനറേറ്റ് ചെയ്ത എല്ലാ ലാഭവും എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ഫേം ഓണ്ടർപ്രണറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. സോ വി ക്യാൻ സി ഇൻ നാഷണൽ ഇൻകം പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആണ്. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ്സ് ഓഫ് ഫേംസ് ഇൻക്ലൂഡ് ആണ്. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞേ? വൈൽ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം വി അസ്യൂം ദാറ്റ് ഈ പ്രോഫിറ്റ് എല്ലാം ഓണ്ടർപ്രണറിന് ലഭിക്കുന്നതാണ് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നത്. എന്നാൽ ആക്ച്വലി എല്ലാ പ്രോഫിറ്റും ഓണ്ടർപ്രണറിന് ലഭിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? ബിസിനസ് ഫേം will kept aside a portion of profit for future expansion. ഭാവിയിലേക്കുള്ള എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേം എന്ത് ചെയ്യും? കുറച്ച് പ്രോഫിറ്റ് മാറ്റിവെക്കും. ആൻഡ് അതിന് പറയുന്നതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. സോ നോക്കുമ്പോ എന്താ? ഈ പറഞ്ഞ പ്രോഫിറ്റ് എവിടെ പോകുന്നില്ല? എൻടർപ്രണറിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ നമ്മൾ വരച്ച ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടേബിളിനകത്ത് ഹൗസ് ഹോൾഡ്, ഫേമും ഉണ്ട്. ആൻഡ് ഫേം ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ് പ്രോഫിറ്റ് എന്നാ പറഞ്ഞത്.
എന്നാൽ ഈ പ്രോഫിറ്റ് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഈ സാധനം എന്താ ഫേം കൊടുക്കത്തില്ല. സപ്പോസ് 100 രൂപ ലാഭം കിട്ടിയെങ്കിൽ 50 രൂപ പണ്ടപ്പണിലേക്ക് പോകും, വിച്ച് മീൻസ് ഹൗസ് ഹോൾഡിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ 50 രൂപ എന്ത് ചെയ്യുവാണ്? ഫേം സ്വമേധയാ കീപ്പ് ചെയ്യുകയാണ് ഫോർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്. സോ ദേശീയ വരുമാനത്തിൽ എന്താണ്? ഈ പ്രോഫിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്നാൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഇൻകം. എത്രയാണ് ഹൗസ് ഹോൾഡിന് ആക്ച്വലി കിട്ടുന്ന ഇൻകം എന്നാ പറഞ്ഞത്. പേഴ്സണൽ ഇൻകം, വ്യക്തിഗത വരുമാനം എന്നാ പറഞ്ഞത്. സോ അതിൽ എന്ത് വരുന്നേ? അതില് ഇത് മാത്രമേ വരത്തുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മാത്രമേ വരത്തുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് വരുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ദേശീയ വരുമാനത്തിൽ നിന്ന് we need to deduct this undistributed profit. അതുപോലെ നമ്മൾ എന്ത് ആഡ് ചെയ്തിരുന്നു നേരത്തെ? ട്രാൻസ്ഫർ പേയ്മെന്റ് ആഡ് ചെയ്തു. കാരണം നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിളിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മാത്രമേ കിട്ടിയുള്ളൂ ഹൗസ് ഹോൾഡിന്. എന്നാൽ അത് കൂടാതെ എന്തുണ്ട്? പുറമെ നിന്ന് ഗവൺമെന്റ് പൈസ കൊടുത്തു. അത് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ട്. അതുപോലെ നമ്മുടെ ഹൗസ് ഹോൾഡ്, ഈ പറഞ്ഞ ഹൗസ് ഹോൾഡുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദേ യൂസ് ടു ടേക്ക് ലോൺസ്. എന്ത് ചെയ്യാറുണ്ട്? ലോൺ എടുക്കാറുണ്ട്. ഇപ്പം ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ സ്വകാര്യ മേഖല വർക്ക് ചെയ്യുന്നതായാലും they will take loans from the government or the company. ഇപ്പൊ സ്വകാര്യ മേഖല, പ്രൈവറ്റ് മേഖല വർക്ക് ചെയ്യുന്ന ആള് എന്ത് ചെയ്യാം? കമ്പനിയിൽ നിന്ന് അഡ്വാൻസ് എടുക്കാം. അതുപോലെ ഗവൺമെന്റ് ആണെങ്കിലും വി ക്യാൻ ടേക്ക് ലോൺസ് ഫ്രം PF, റൈറ്റ്? അറിയാമായിരിക്കുമല്ലോ, പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് ലോൺ ഓപ്ഷൻ ഉണ്ട്. എന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ ആഫ്റ്റർ ടേക്കിംഗ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോൺ എമൗണ്ടിന് മേലെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ പേ ചെയ്യണം. ആൻഡ് ആ ഇൻട്രസ്റ്റ്, നമ്മളൊരു ജോലിക്ക് പോയി, നമ്മൾ വർക്ക് ചെയ്യാൻ പോയി, നമ്മൾ സപ്പോസ് സെക്രട്ടറി വർക്ക് ചെയ്തു, എംപ്ലോയി എ, ഇയാളെ സെക്രട്ടറി വർക്ക് ചെയ്യാണ്. സോ അയാൾ എന്ത് ചെയ്തു? PF നിന്ന് ലോൺ എടുത്തു. ലോൺ എടുത്തിട്ട് സിൻസ് ഹീസ് എ ലേബർ, ഹീസ് എലിജിബിൾ ഫോർ വേജ്. എന്നാൽ എൻ്റെ വേജ് അയാൾക്ക് ലഭിക്കില്ല. അയാൾ ലോൺ എടുത്ത ആ ലോൺ എമൗണ്ടിൽ നിന്ന് ആ ലോൺ എടുത്തതിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? അയാളുടെ വേജിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. സപ്പോസ് അയാളുടെ വേജ് 100 രൂപയാണെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കി 90 രൂപ എന്ത് ചെയ്തുള്ളൂ? അയാൾക്ക് ലഭിക്കുള്ളൂ. നോക്കുവാണെങ്കിൽ ദേശീയ വരുമാനത്തിൽ നോക്കുമ്പോൾ എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്നത്? ഈ വ്യക്തിക്ക് 100 രൂപ കിട്ടാൻ അസ്യൂം ചെയ്യും. ഈ നാഷണൽ ഇൻകം വി അസ്യൂം ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് റിസീവിംഗ് എൻറ്റയർ 100 rupees ആസ് വേജ്. എന്നാൽ ഈ നാച്ചുറൽ സിനാരിയോ അങ്ങനല്ല. അയാൾക്ക് ശമ്പളം കിട്ടുമ്പോൾ തന്നെ, അയാൾക്ക് വേജ് കിട്ടുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടാണ് എന്ത് അയാൾക്ക് കിട്ടുന്നത്. കമ്പനിയിൽ നിന്നാണെങ്കിലും ഗവൺമെന്റിൽ നിന്നാണെങ്കിലും ഹി വിൽ ഗെറ്റ് ദ വേജ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ ലോൺ. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെന്റ് പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? കടം വാങ്ങാറുണ്ട്. സോ ഗവൺമെന്റ് പബ്ലിക്കിൽ നിന്ന് കടം വാങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്ന ട്രഷറി ബിൽസ് കേട്ടോ, നിങ്ങൾ കടപ്പത്രം ഇറക്കി. പിന്നെ പഠിക്കുന്ന നമ്മൾ when we discuss money and banking we will elaborate ഈ പറഞ്ഞ ട്രഷറി ബിൽ എന്താണെന്ന് നമ്മൾ പറയും. സോ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും വിപണിയിൽ എന്ത് ചെയ്യാറുണ്ട്? കടം വാങ്ങാറുണ്ട്. ഈ കടം വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? സർക്കാർ പബ്ലിക്കിന് എന്ത് ചെയ്യണം? പലിശ കൊടുക്കണം. സോ വെൻ ഗവൺമെന്റ് ബോറോസ് മണി ഫ്രം പബ്ലിക്, ഇൻട്രസ്റ്റ് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഗവൺമെന്റ് കടം വാങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് എങ്ങോട്ട് പോകും? പബ്ലിക്കിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോകും. സോ വി ക്യാൻ സി ഫ്രം നാഷണൽ ഇൻകം നമ്മൾ ആദ്യം എന്ത് കുറച്ചു? പ്രോഫിറ്റ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് റിഡ്യൂസ് ചെയ്തു. ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ് ആഡ് ചെയ്തു. പിന്നെ we have to deduct the interest payment of household. നമ്മുടെ ഹൗസ് ഹോൾഡിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കാരണം എന്താ? ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകത്തിനകത്ത് അവർക്ക് കിട്ടുമോ? അവർക്ക് എന്ത് ചെയ്യത്തില്ല? ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കുറച്ച് ശേഷം കിട്ടുന്നേ അവർക്ക് കയ്യിലേക്ക് കിട്ടുന്നില്ല. They will not get this
ഇൻട്രസ്റ്റ് ഇൻ ദർ ഹാൻഡ്. സോ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഇനിയും ഈ പറഞ്ഞ കമ്പനി, ഈ ഫേം ഉണ്ട്, ഈ ഫേം ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ടു എന്റർപ്രണർ. അതുപോലെ ഈ ഫേം ഈസ് സപ്പോസ് ടു പേ കോർപ്പറേറ്റ് ടാക്സ് ആൾസോ, ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് ഈസ് ലെവിഡ് ആസ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു ഷെയർ ആണെന്ത് നികുതിയായിട്ട് എന്ത് ചെയ്യുന്നത്? അടയ്ക്കുന്നത്. സോ അതായത് ഈ കമ്പനിക്ക് 100 രൂപ ലാഭം കിട്ടി, അതിൽ 10 രൂപ ടാക്സ് പേ ചെയ്തു, ബാക്കി 90 രൂപയില് 40 രൂപ കമ്പനി എന്ത് ചെയ്തു? കീപ്പ് ചെയ്തു ഫോർ ഇൻവെസ്റ്റ്മെന്റ്. 50 രൂപ എന്ത് ചെയ്തു? കമ്പനി ഓണ്ടർപ്രണറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ വി ക്യാൻ സി ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സും നമ്മൾ എന്ത് ചെയ്യണം? നാഷണൽ ഇൻകത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ പേഴ്സണൽ ഇൻകം. സോ പേഴ്സണൽ ഇൻകം പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഇൻകം. നമ്മുടെ ഇന്ത്യയിലെ ഹൗസ് ഹോൾഡുകൾക്ക് ആക്ച്വലി എത്ര ഇൻകം ആണ് ലഭിക്കുന്നത്, അതാണെന്ത്? പേഴ്സണൽ ഇൻകം. സോ നോക്കുമ്പോ പേഴ്സണൽ ഇൻകം വിൽ നോട്ട് ബി ഈക്വൽ ടു നാഷണൽ ഇൻകം. ദേശീയ വരുമാനവും പേഴ്സണൽ ഇൻകം എന്തായിരിക്കത്തില്ല? തുല്യമായിരിക്കില്ല. ഇൻ ആക്ച്വൽ കേസ് നമുക്ക് തിയറിറ്റിക്കലി പറയാം എന്താ? പേഴ്സണൽ ഇൻകവും നാഷണൽ ഇൻകം ഒക്കെ എന്താ? തുല്യമെന്ന് പറയാം ഇൻ തിയറി. ബട്ട് ഇൻ നാഷണൽ കേസ് അങ്ങനെയാണോ? അല്ല. അതിന് കാരണം എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ദേശീയ വരുമാനം കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ അസ്യൂമിങ് സം അസംഷൻസ്. നമ്മൾ ചില അസംഷൻ എടുക്കാറുണ്ട്. ലൈക്ക് ഹൗസ് ഹോൾഡും ഫേം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അസ്യൂം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്പനിയുടെയും ഇൻഡിഫറൻസ് നമ്മൾ എന്താ പൊതുവെ ഒഴിവാക്കുന്നുണ്ട്. സോ നാഷണൽ കേസ് നോക്കുമ്പോൾ ദേശീയ വരുമാനത്തിനകത്ത് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ് ആഡ് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യണം, അതുപോലെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യണം, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് റെഡ്യൂസ് ചെയ്യണം. അതായിരിക്കും എന്ത്? ഹൗസ് ഹോൾഡിലേക്ക് ആക്ച്വലി വരുന്ന പൈസ. ഓക്കെ, ഹൗസ് ഹോൾഡിലേക്ക് ആക്ച്വലി വരുന്ന അതാണെന്ത്? പേഴ്സണൽ ഇൻകം. മറ്റൊന്നാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. എന്താണ്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. സോ ഇക്വേഷൻ നോക്കൂ. പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ് undistributed profit minus net interest payment made by household minus corporate tax plus transfer payment to household. Then അടുത്താണ് disposable income. So disposable income എന്ന് പറയുമ്പോൾ it is the actual amount of money that the household can spend. മറ്റെന്താ പറഞ്ഞേ? എത്രയാണ് പൈസ ഹൗസ് ഹോൾഡിലേക്ക് വരുന്നത്. അടുത്തെന്താ പറഞ്ഞേ? എത്രയാണ് ഹൗസ് ഹോൾഡിന് ചെലവാക്കാൻ കഴിയുന്നത്. ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ ഹൗസ് ഹോൾഡ് ക്യാൻ സ്പെൻഡ്, ആക്ച്വലി സ്പെൻഡ് ഇൻ ദ എക്കണോമി. വിപണിയിൽ ചെലവാക്കാൻ കഴിയുന്ന പൈസ, അതാണെന്ത്? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞ. ആൻഡ് ഫ്രം പേഴ്സണൽ ഇൻകം വി ഹാവ് ടു ഡിഡക്ട് ദ ഡയറക്ട് ടാക്സ് പേയ്മെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേയ്മെന്റ്. പിന്നെ നോൺ ടാക്സ് പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് സപ്പോസ് 100 രൂപ വരുമാനമുണ്ട്. സോ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 100 രൂപയാണ്. എന്നാൽ എന്റെ 100 രൂപ എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് എക്കണോമിക് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇതിലൊരു ഷെയർ സർക്കാർ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് ആയിട്ട്, ആദായ നികുതിയായിട്ട് എന്റെ നിന്ന് വാങ്ങും. സപ്പോസ് 5 രൂപ എന്ത് ചെയ്തു? ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്തു. അത് മാത്രമല്ല, ഗവൺമെന്റ് മേ കളക്ട് സം ഫൈൻസ്, പെനാൽറ്റി. ഇപ്പൊ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു, ഗവൺമെന്റ് എന്ത് ചെയ്യാൻ? എനിക്ക് എന്റെ മേലെ ഫൈൻ ഈടാക്കാം. എന്റെ മേലെ ഗവൺമെന്റ് ഫൈൻ ഈടാക്കുന്നു. സപ്പോസ് 10 രൂപ ഫൈൻ ഈടാക്കി. വിച്ച് മീൻസ് 100 രൂപയാണെന്ത്? എന്റെ പേഴ്സണൽ ഇൻകം. ഞാൻ ഉൾപ്പെടെയുള്ള ഹൗസ് ഹോൾഡിലേക്ക് വന്ന എത്രയാണ്? 100 രൂപയാണ്. എന്നാൽ എന്റെ 100 രൂപ ഐ കനോട്ട് സ്പെൻഡ്. ആ 100 രൂപയില് 5 രൂപ ടാക്സ് ആയിട്ട് പോയി, 10 രൂപ നോൺ ടാക്സ് അല്ലെങ്കിൽ ഫൈൻ ഓർ പെനാൽറ്റി കൊടുക്കാനായിട്ട് പോയി. ബാക്കി 85 രൂപയുള്ളത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണോ? ദാറ്റ് ഈസ് പേഴ്സണൽ
ഡിസ്പോസിബിൾ ഇൻകം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷനോട് പറയാം. സപ്പോസ് ഒരു കൺട്രിയുടെ ദേശീയ വരുമാനം 1000 രൂപ, അതില് 100 രൂപ മാറ്റിവെച്ചു. ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിട്ട് 100 രൂപ മാറ്റിവെച്ചു. കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് 100 രൂപ മാറ്റിവെച്ചു. ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ട് 100 രൂപ ആഡ് ചെയ്തു. സോ എത്ര വരുന്നു? 800 രൂപയായിരിക്കും എന്ത് പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ. സോ നാഷണൽ ഇൻകം മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകവും നാഷണൽ ഇൻകവും രണ്ടാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പേഴ്സണൽ ഇൻകവും പെർ ക്യാപിറ്റൽ ഇൻകവും രണ്ടും രണ്ടാണ്. ഓക്കെ. അതുപോലെ പേഴ്സണൽ ഇൻകം ചിലപ്പോൾ എന്ത് ചെയ്യാം, കുറയാം, കൂടാം. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ട്രാൻസ്ഫർ പേയ്മെന്റ്, സർക്കാർ ഹൗസ് ഹോൾഡിൽ കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റ് കൂടുതലെന്ന് വെച്ചോ. സപ്പോസ് 1000 രൂപ കൊടുക്കുന്ന വെച്ചോ. 1000 രൂപ നാഷണൽ ഇൻകം മൈനസ് 100 രൂപ അൺഡിവിജ്വൽ പ്രോഫിറ്റ് മൈനസ് 100 രൂപ ഇൻട്രസ്റ്റ് പേയ്മെന്റ് മൈനസ് 100 രൂപ കോർപ്പറേറ്റ് ടാക്സ്, അതിന് മേലെ 1000 രൂപ ട്രാൻസ്ഫർ പേയ്മെന്റ്, എത്ര വരും? 1700 ആയിരിക്കും പേഴ്സണൽ ഇൻകം. സോ പേഴ്സണൽ ഇൻകം കൂടാം, ചിലപ്പോ പേഴ്സണൽ ഇൻകം കുറയാം, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ഈക്വലും ആവാം. പേഴ്സണൽ ഇൻകം മേ ബി ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ നാഷണൽ ഇൻകം. അതുപോലെ ഈ രണ്ട് ഇക്വേഷനും, പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും ഇമ്പോർട്ടൻ്റ് നോക്കിയിരിക്കുക. ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ KPSC ക്വസ്റ്റ്യൻ. കേരള PSC ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകവും അതുപോലെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും ഇത് രണ്ടും NCERT ടെക്സ്റ്റിലുള്ളതാണ്. Both these equations are given in NCERT text, and these two are previous year Kerala PSC degree level exam questions. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ചോദിച്ച ചോദ്യങ്ങളാണ് എന്ത് ഈ രണ്ട് ഇക്വേഷൻ. സോ ഹിയർ വി ക്യാൻ സി നമ്മൾ ഇവിടെ നിന്ന് എവിടേക്ക് എത്തിയെന്ന് നമുക്ക് കാണാം. സോ ഫ്രം GNP അവിടുന്ന് NNP കണ്ടുപിടിച്ചു, അവിടുന്ന് NNP ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിച്ചു, അവിടുന്ന് പേഴ്സണൽ ഇൻകം കണ്ടുപിടിച്ചു. ഫ്രം ദാറ്റ് we estimated personal disposable income. And in the case of India പറയുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ഈസ് ലെസ് ദാൻ നാഷണൽ ഇൻകം ആണ്. പേഴ്സണൽ ഇൻകം നാഷണൽ ഇൻകം താഴെയാണ്. പൊതുവെ അതാണ്. ഇൻ ജനറൽ കേസ് we can see personal income is less than national income. എന്നാൽ അത് അതിനേക്കാൾ വലുതായി കൂടാകയില്ല. We cannot say that. അങ്ങനെ തന്നെ ആയിരിക്കും. We cannot assure that. എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. സോ ജനറലി എങ്ങനെയാ, പൊതുവിൽ പറയുമ്പോൾ ജനറലി എന്താണ്, പേഴ്സണൽ ഇൻകം ദേശീയ വരുമാനത്തെക്കാൾ താഴെയാണ് പൊതുവിൽ. എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പൊതുവിൽ പേഴ്സണൽ ഇൻകത്താൽ താഴെയാണ്, നാഷണൽ ഇൻകത്താൽ താഴെയാണ് പേഴ്സണൽ.